അസ്സലാമു അലൈക്കും. അറബിക് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പുതിയ വിദ്യാർത്ഥികളെയും നമ്മുടെ സർവകലാശാലയുടെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ എല്ലാവരെയും ഒന്നുകൂടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളിപ്പോൾ ഒരു പുതിയ സർവകലാശാലയിൽ, പലരും ചിലപ്പം കേരള സർവകലാശാലയിൽ തന്നെ കോളേജുകളിൽ പഠിച്ചവരായിരിക്കും. എന്തായാലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പുതിയ തുടക്കമായിരിക്കും. അപ്പൊ ആ രീതിയിൽ സർവകലാശാലയെ പരിചയപ്പെടാനും ഡിപ്പാർട്ട്മെന്റിനെയും നമ്മുടെ പഠന ബോധന പ്രക്രിയയെയും നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ആക്ടിവിറ്റികളെ കുറിച്ചും ഒക്കെ തന്നെയുള്ള ഒരു അവബോധം നൽകുക എന്നതിന്റെ ഭാഗമായിട്ട് കേരള സർവകലാശാല ഒരു 3 ടയർ ഇൻഡക്ഷൻ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വി ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു ക്യാരി ഔട്ട് ദ 3 ടയർ സ്കീം ഓഫ് ഓറിയന്റേഷൻ. ചിലപ്പം ഹോപ്പ്ഫുള്ളി അത് ഉണ്ടായിരിക്കും. അതായത് ഈ കോവിഡ് സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടെ ഒരു ബെറ്റർമെന്റ് ഉണ്ടെങ്കിൽ ചിലപ്പം യൂണിവേഴ്സിറ്റിയും അതുപോലെ ഒരു ഓറിയന്റേഷൻ നിങ്ങൾക്ക് തന്നേക്കാം. എന്നിരുന്നാലും ഡിപ്പാർട്ട്മെന്റിന്റെ തലത്തിൽ വളരെ വ്യക്തമായ, വളരെ പ്ലാനോട് കൂടിയ ഓറിയന്റേഷൻ ഓരോ ഡിപ്പാർട്ട്മെന്റ് നൽകുന്നുണ്ട്. അതില് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അറബിക് ഡിപ്പാർട്ട്മെന്റ് എന്നും മുൻപന്തിയിലായിരിക്കും. നമ്മൾ എപ്പോഴും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. അറബിക് ഡിപ്പാർട്ട്മെന്റില് പിന്നെ അധ്യാപകര് പൂർണ്ണതോതിൽ അധ്യാപകരുടെ നിയമനങ്ങൾ നടക്കാത്തൊരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പോലും ഉള്ള അധ്യാപകര് വളരെ സമർത്ഥമായിട്ട്, വളരെ കാര്യപ്രസക്തമായ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും കൊണ്ടു നടക്കുന്നത് ഞങ്ങളെ പോലുള്ള ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ എപ്പോഴും ചർച്ചാ വിഷയം തന്നെയാണ്. അത് ശരിക്കും അതിന് ഞാൻ പ്രത്യേകിച്ചും നിങ്ങളുടെ വകുപ്പ് മേധാവിയെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ അധ്യാപകർക്കും, നൗഷാദ് സാർ ഉൾപ്പെടെയുള്ള എല്ലാവരും വളരെ സജീവമായിട്ട് ആ രംഗത്തുണ്ടെന്നുള്ളത് വളരെ നമുക്കത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. നമ്മൾ നേരിട്ട് ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യത്തിലേക്ക്, ഒരു ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു തീമിന് നിങ്ങളിൽ ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഔട്ട്കം ബേസ്ഡ് ലേണിംഗ് ഇത് നമ്മൾ പുതിയതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പുതിയതല്ല. എന്നാൽ പുതിയതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയതാണ് താനും. പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് പലപ്പോഴും when we are talking about outcome based learning or outcome based education, ഇതിൽ കാര്യം എന്ന് പറയുന്നത് നമ്മൾ 2 വർഷം കഴിഞ്ഞ് ഒരു അറബി സാഹിത്യത്തിൽ, ലിറ്ററേച്ചറിൽ, ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ as well കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയുള്ള ഏരിയയിൽ നമ്മൾ സമർത്ഥരായ വിദ്യാർത്ഥികളായി നിങ്ങളെ വാർത്തെടുക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് ശരിക്കും MA അറബിക് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതിനെ ഈ ലക്ഷ്യബോധത്തോടെ നമ്മളെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് വാട്ട് ഈസ് ആക്ച്വലി ദ മീനിങ് ഓഫ് ഔട്ട്കം ബേസ്ഡ് ലേണിംഗ്. ലക്ഷ്യം എന്താണോ നിങ്ങളുടെ ലക്ഷ്യം, അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ആ ഒരു നിങ്ങൾക്ക് നേടാവുന്ന ആ ഒരു ഔട്ട്കം എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട്, ലക്ഷ്യം, നമ്മൾ ആ സാക്ഷാത്കരിക്കാൻ പോകുന്ന ആ നിങ്ങൾക്ക് കിട്ടുന്ന, നിങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റത്തെയാണ് നമ്മൾ ഔട്ട്കം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഔട്ട്കത്തിനെ, നിങ്ങളിൽ എന്താണോ ഉണ്ടാകാൻ പോകേണ്ടത്, ഉണ്ടായി തീരേണ്ടത് 2 വർഷം കൊണ്ട്, അതിനെ നേരത്തെ തന്നെ നമ്മൾ മാപ്പ് ചെയ്ത് അതിനനുയോജ്യമായ പാഠ്യപദ്ധതി ചിട്ടപ്പെടുത്തി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഒഴിച്ചാൽ വേറൊന്നുമല്ല ഔട്ട്കം ബേസ്ഡ് ലേണിംഗ്. സോ ഔട്ട്കം ബേസ്ഡ് ലേണിംഗ് ഈസ് prior planning of the objectives and outcomes of a program well in advance to restructure the teaching learning. ആ ഒരു പാഠ്യപദ്ധതിയെ നമ്മൾ നവീകരിക്കുന്നതിനെയും അതിനനുസരിച്ചുള്ള കുട്ടികൾക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വെറൈറ്റി ഉള്ള പാഠ്യാനുഭവങ്ങൾ, ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഔട്ട്കം എന്താണെന്ന് നേരത്തെ ഡിഫൈൻ ചെയ്ത് അതിനനുസരിച്ച് പദ്ധതികൾ തയ്യാറാക്കി കുട്ടികളിൽ എത്തിക്കുകയും എന്നിട്ട് അത് ഈ ഔട്ട്കംസ് കുട്ടികൾ അറ്റൈൻ ചെയ്തോ എന്ന് നോക്കുകയും ചെയ്യുന്ന ഒരു ചട്ടക്കൂടാണ് ശരിക്ക് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഔട്ട്കം ബേസ്ഡ് ലേണിംഗ്, ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ, ലേണിംഗ് ത്രൂ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായി യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ, നിങ്ങൾക്ക് അറിയാവുന്ന അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒരു അപ്പെക്സ് ബോഡിയാണ്, ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷനെ നിയന്ത്രിക്കുന്ന അപ്പെക്സ് ബോഡിയാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ. അപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ രാജ്യവ്യാപകമായി ഈ ഒരു തരത്തിൽ ഔട്ട്കം ഓറിയന്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണമെന്നും നമുക്കറിയാം. വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ അൺഎംപ്ലോയ്മെന്റ് ഓഫ് ഇന്ത്യ, അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും വൈ ദ അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് സോഷ്യോളജിയിലും ഇക്കണോമിക്സിലും പൊളിറ്റിക്കൽ സയൻസിലൊക്കെ ഒരുപാട് പല
പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ILOയുടെ റിപ്പോർട്ടൊക്കെ തന്നെ നമ്മൾ നോക്കുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് മോസ്റ്റ് ഓഫ് ദ ഗ്രാജുവേറ്റ്സ് ഓഫ് ഇന്ത്യ ആർ നോട്ട് എംപ്ലോയബിൾ അല്ല. നമ്മളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ആളുകൾ എംപ്ലോയബിൾ അല്ല. വൈ ദ IIT പീപ്പിൾ ആർ ഗെറ്റിംഗ് പ്ലേസ്ഡ് അറ്റ് ദ ഏർലിയസ്റ്റ് ഈവൻ ബിഫോർ കംപ്ലീറ്റിംഗ് ദെയർ ഗ്രാജുവേഷൻ? എന്തുകൊണ്ട് IITയിൽ നിന്ന് ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയി ഇറങ്ങുന്ന ആള് പരീക്ഷ എഴുതുന്നതിന് മുന്നേ പ്ലേസ്ഡ് ആവുന്നു? ബിക്കോസ് ദ പേഴ്സൺ ഈസ് ഗെറ്റിംഗ് ദ റിയൽ ഔട്ട്കം ഈവൻ ബിഫോർ. അതിന് മുന്നേ തന്നെ ഈ ഔട്ട്കം കിട്ടുകയാണ്. അപ്പൊ നിങ്ങൾ അറബി ഭാഷയുടെ എല്ലാ ആശയങ്ങളെ കുറിച്ചും മനസ്സിലാക്കുകയും അതിന്റെ ഇപ്പൊ നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ അറിയണം. യു ആർ ഏബിൾ ടു ട്രാൻസ്ലേറ്റ് ദ അറബിക് ലാംഗ്വേജ് ഇൻ ടു ഇംഗ്ലീഷ്, അറബിക് ലാംഗ്വേജ് ഇൻ ടു ലോക്കൽ ലാംഗ്വേജ്. അത് നിങ്ങളുടെ ഒരു പ്രോഗ്രാം ഔട്ട്കം ആയിരിക്കും ചിലപ്പോൾ. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ലാംഗ്വേജ് സ്കിൽസ്, ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്, ഇതെല്ലാം നിങ്ങളുടെ ഔട്ട്കം ആയിരിക്കും. ഈ ഔട്ട്കം നിങ്ങൾ നേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ വിൽ ടേക്ക് യു ഈവൻ ബിഫോർ കംപ്ലീറ്റിംഗ്. നിങ്ങളെ കൊണ്ടുപോകാൻ ആളുകൾ ഇഷ്ടം പോലെ കാണും. ആ ഒരു തരത്തിൽ നമ്മളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടി വി ആർ മേക്കിംഗ് ദ ഔട്ട്കംസ് വെരി സ്പെസിഫിക്കലി ഇൻ ദ ബിഗിനിങ്. അതാണ് ഔട്ട്കം ബേസ്ഡ് ലേണിംഗ്. Here outcome based education എന്ന് പറയുമ്പോൾ focus is on organizing everything in a system around what is essential for all the students to successfully complete their learning. നമ്മുടെ പാഠ്യപദ്ധതി അല്ലെങ്കിൽ നമ്മളെ ഒരു MA അറബിക് എന്ന് പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു പോകുമ്പോൾ നിങ്ങളിൽ എന്തൊക്കെ ഉണ്ടാവണമോ അതിനെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് ഓർഗനൈസ് ചെയ്തു പോകുന്ന ഒരു സംവിധാനമാണ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസിങ് കരിക്കുലം, ഓർഗനൈസിങ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്, അതിനെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ടീച്ചിങ്, ഇൻസ്ട്രക്ഷൻ, അതുപോലെ അസസ്മെന്റ്. ഇപ്പൊ നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ നിങ്ങളൊരു പേപ്പറാണ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ നിങ്ങൾ പഠിപ്പിക്കണം. അപ്പൊ നിങ്ങൾക്ക് കുറെ ട്രാൻസ്ലേഷൻ ഒക്കെ എടുത്തു, പക്ഷെ പരീക്ഷയ്ക്ക് ട്രാൻസ്ലേഷൻ ഒന്നും ചോദ്യം വരുന്നില്ല. അല്ലെങ്കിൽ സാർ നിങ്ങളോട് പറയാണ് ട്രാൻസ്ലേഷൻ ഒക്കെ നിങ്ങൾ അങ്ങ് പഠിച്ചാൽ മതി, ദർ വിൽ നോട്ട് ബി എനി ക്വസ്റ്റ്യൻ ഇൻ യുവർ എക്സാമിനേഷൻ. അപ്പൊ എന്തായിരിക്കും അതിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്? നിങ്ങൾ എല്ലാവരും വളരെ ലൂസിലി ആയിരിക്കും. കാരണം എല്ലാവരും ഒരു എക്സാം ഓറിയന്റഡ് ആണ്. നമ്മളൊരു സിസ്റ്റം തന്നെ പലപ്പോഴും എക്സാം ഓറിയന്റഡ് ആണ്. അപ്പോൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഒരു അസസ്മെന്റിന്റെ ഭാഗമാകാത്തിടത്തോളം കാലം അതിന് പ്രാധാന്യം കൊടുക്കാൻ നമ്മൾ മുന്നോട്ട് വരില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അസസ്മെന്റ് ഇല്ലല്ലോ, പിന്നെ എന്തിനാ നമ്മൾ ബുദ്ധിമുട്ട് പഠിക്കുന്നത്, ആ ചാപ്റ്റർ അങ്ങ് ഒഴിവാക്കാം, ആ ഏരിയ അങ്ങ് ഒഴിവാക്കാന്ന് വിചാരിക്കും. ഇങ്ങനെ വരുമ്പോൾ ഔട്ട്കം പൂർത്തിയാവുന്നില്ല. അപ്പോ ഇഫ് യു ഹാവ് എൻ ഒബ്ജക്റ്റീവ് ഓഫ് സ്കിൽ ഓഫ് ട്രാൻസ്ലേഷൻ, അറബിക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കുട്ടിക്ക് അറിഞ്ഞിരിക്കണം എന്ന ഒരു ഔട്ട്കം നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കരിക്കുലം, യു ആർ ഡിസൈനിങ് ദ കരിക്കുലം അക്കോർഡിംഗ്ലി. അപ്പൊ അതിൽ ലെറ്റർ ട്രാൻസ്ലേഷൻ വേണോ, ന്യൂസ് പേപ്പർ റിപ്പോർട്ടുകൾ ട്രാൻസ്ലേഷൻ ചെയ്യണോ, സ്റ്റോറീസ്, ഷോർട്ട് സ്റ്റോറീസ് ട്രാൻസ്ലേഷൻ ചെയ്യണോ, ട്രാൻസ്ലേഷൻ ഓഫ് പോയം ബൈ ചില സെലക്റ്റഡ് മലയാളം ആളുകളുടെ പോയം എടുത്തിട്ട് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അറബിക് പോയം എടുത്ത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ചില സെഗ്മെന്റുകൾ നമ്മൾ കരിക്കുലത്തിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നു. അതനുസരിച്ച് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. വാട്ട് ആർ ദ കണ്ടീഷൻസ് ഓഫ് ട്രാൻസ്ലേഷൻ? നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു ഗദ്യവും പദ്യവും ഒക്കെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴേ, പ്രത്യേകിച്ചും ഇഫ് ഇറ്റ് ഈസ് എ പോയം, അതിന്റെ ആ ഒരു ഭംഗി അതല്ലെങ്കിൽ അതിന്റെ അവതരണ രീതിയൊക്കെ തന്നെ വളരെ കൃത്യമായി നിലനിർത്തിക്കൊണ്ട് അതിനെ എങ്ങനെ എനിക്ക് അറബിക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അറബിക്കില് ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോ പിന്നെ പ്രോഫറ്റിക് പീരീഡിലൊക്കെ ഉണ്ടായിരുന്ന ചില പ്രഗത്ഭരായ അറബി കവികള്, അപ്പൊ ഇവരുടെ കവിതകള് നമ്മൾ തോന്നിയ പോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടില്ല. അതിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ ഒരു അന്തസത്ത, അതിന്റെ എന്താണോ ആക്ച്വൽ അതിന്റെ മീനിങ്, അതിന്റെ ആക്ച്വൽ റെപ്രസെന്റേഷൻ എന്താണോ അതിനെ അനുയോജ്യമായ രീതിയിൽ മാറ്റുമ്പോഴാണ് അത് വായനക്കാർക്ക് അതിന്റെ റിയൽ ഫ്രൂട്ട് കിട്ടുന്നത്. എന്താണോ കവി ഉദ്ദേശിച്ചത് അത് നമ്മുടെ മനസ്സിലേക്ക്, വായനക്കാരനിലേക്ക് എത്താനുള്ള ഒരു എളുപ്പ വഴിയായിട്ടാണ് ഈ ട്രാൻസ്ലേഷൻ. അപ്പൊ ആ തരത്തിൽ ഹൗ ടു സ്ട്രക്ചർ ദ ഇൻസ്ട്രക്ഷൻ എന്നുള്ളതും കൂടെ അതിന്റെ പാർട്ടാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന അസസ്മെന്റും അങ്ങനെയായിരിക്കണം. നിങ്ങളോട് കുറെ എക്സാമ്പിൾസ് കൊടുത്തു കഴിഞ്ഞ് അതനുസരിച്ചുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ അസൈൻമെന്റുകൾ കൊടുക്കുമ്പോഴാണ് നമ്മൾ എന്താണോ, ഏത് ഒബ്ജക്റ്റീവ് ആണോ, ഏത് ഔട്ട്കം ആണോ നമ്മൾ മുന്നിൽ കണ്ടത് അതനുസരിച്ചുള്ള സംഭവം കൊടുക്കുമ്പോഴാണ് ഈ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ഫ്രൂട്ട്ഫുൾ ആവുന്നത്.
കൃത്യമായി പറഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ എന്തായി തീരണം എന്നുള്ളതിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു കാര്യം. ഇപ്പൊ നമ്മളൊരു ചെറിയ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇതിനെ പറയാം. നമ്മുടെ ഒരു ലൈഫ് എക്സാമ്പിൾ. ഇപ്പോ സാധാരണ നമ്മള് പിന്നെ കേരളത്തിൽ നിന്ന് കാണുന്ന ഒരു ട്രെൻഡാണ്. കുറെ ആളുകൾ പ്രത്യേകിച്ചും സ്കിൽഡ് ആണെങ്കിലും സെമി സ്കിൽഡ് ആണെങ്കിലും അൺസ്കിൽഡ് ആണെങ്കിലും ചില യൂറോപ്യൻ നേഷൻസിലേക്കോ അല്ലെങ്കിൽ ഗൾഫ് റീജിയനിലേക്കോ ഒക്കെ തന്നെ ജോലിക്ക് പോവുക എന്നുള്ളത്. ഗൾഫിലേക്ക് പോവുക എന്ന് പറയുന്നത് വളരെ ഒരു ട്രെൻഡാണ്. പ്രത്യേകിച്ചും നോർത്തേൺ കേരളയിൽ, പ്രത്യേകിച്ചും സദേൺ കേരളയിലും അത് വളരെ മോശമല്ല. കുറെ പേര് അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ഒരു ലക്ഷ്യം, അപ്പൊ അവരൊരു ഔട്ട്കം വെച്ചാൽ പലപ്പോഴും അതൊരു ഔട്ട്കം ബേസ്ഡ് നല്ലൊരു എക്സാമ്പിൾ ആണ്. പോകുമ്പോൾ എന്തായിരിക്കും അവരുടെ സ്വപ്നങ്ങൾ, കുറെ സ്വപ്നങ്ങൾ കൊണ്ടാണ് നമ്മൾ പോകുന്നത്. നല്ലൊരു ജോലി എനിക്ക് കിട്ടി, അപ്പൊ ഞാൻ ഇത്രയും കൃത്യമായി എനിക്ക് 2 വർഷം കഴിയുമ്പോൾ എനിക്കൊരു വീട് സ്റ്റാർട്ട് ചെയ്യണം. 3 വർഷം കഴിയുമ്പോൾ വീട് തീരും, അപ്പൊ എനിക്കൊരു വാഹനം വാങ്ങണം. അടുത്ത വർഷം കഴിയുമ്പോൾ എനിക്ക് വേറെ കുറച്ച് സ്വത്ത് വാങ്ങണം. ഇങ്ങനെ കുറെ ഒരു പ്ലാനുമായാണ് പലപ്പോഴും വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ചില ആളുകളെങ്കിലും ഗൾഫിലേക്ക് പോകുന്നത്. അപ്പൊ ഈ ഒരു ഔട്ട്കം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി അവരുടെ ചെലവുകൾ കൃത്യമായിരിക്കും, അവര് ചെലവാക്കുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കും, സേവിങ്സ് അതിനനുസരിച്ച്. കാരണം എനിക്ക് 2 വർഷം കഴിഞ്ഞാൽ വീടിന് ബേസ്മെന്റ് ഉണ്ടാക്കണം, അതാണ് എന്റെ സ്വപ്നം, അതാണ് എന്റെ ഔട്ട്കം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ത്രൂ ഔട്ട് ഞാൻ ഈ ഓരോ മാസവും ഇത്രയും പൈസ വീതം ഞാൻ സേവിങ്സിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ എനിക്ക് വേണ്ടും ആ പൈസ വെച്ചിട്ട് ബിസിനസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ബിസിനസ്സിലേക്ക് പോകുന്നു. ഇതുപോലെയാണ് നമ്മൾ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇപ്പോ നിങ്ങളുടെ ഒരു സ്കിൽ ഇപ്പം പ്രോപ്പർ ആയിട്ട് അറബിക് ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഡേ 1 തൊട്ട് തന്നെ ഈ ഒരു രീതിയിൽ ഔട്ട്കം നിങ്ങൾ മനസ്സിലാക്കി ആ ഔട്ട്കത്തിനനുസരിച്ചുള്ള എങ്ങനെ ഹൗ ടു ബിൽഡ് ദ സ്കിൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. So there are so many strategies. You can communicate in Arabic language each other. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. You can communicate in language with your teachers, with your colleagues. You can start writing something in order to develop your communication. You can start recording something. You can start recording some videos. Even for your personal use. നിങ്ങൾ പേഴ്സണൽ ആയിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ ലിസ്റ്റ് ചെയ്യാതെ പ്രൈവറ്റ് ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ്. കാരണം നമ്മളത് ആസ് എ ട്രയൽ യു ആർ ട്രൈയിങ് ഓൾ ദീസ് ആക്ടിവിറ്റീസ്. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് യുവർ പ്രോഗ്രാം 2 വർഷം കഴിയുമ്പോൾ നമുക്ക് കൃത്യമായ അറബി ഭാഷ സംസാരിക്കാനുള്ള സ്കില്ല് നമുക്കുണ്ടാവും. ഇതിനെക്കുറിച്ച് ആദ്യം വേണ്ടത് വാട്ട് ആർ മൈ ഔട്ട്കംസ്. അപ്പൊ റീസെന്റ് നമ്മൾ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, when you are talking about outcome, let the students read the outcome. എന്താണ് നിങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള. അപ്പൊ നമ്മുടെ സിലബസ് കിട്ടിക്കഴിഞ്ഞാൽ ഏതൊക്കെ പേപ്പർ ഉണ്ടെന്ന് നോക്കുന്നതിന് മുന്നേ ആയിട്ട് MA അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന അല്ലെങ്കിൽ MA അറബിക് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ വാട്ട് ആർ ദ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ്, വാട്ട് ആർ ദ പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കം, വാട്ട് ആർ ദ കോഴ്സ് ഔട്ട്കം, ഇതെല്ലാം നമ്മൾ വായിച്ചു നോക്കണം. അതൊന്നും സിലബസിനകത്ത് വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പോലും ഈ ഒരു ബോധം ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ കാര്യവട്ടം ക്യാമ്പസ് അറബിക് ഡിപ്പാർട്ട്മെന്റിൽ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് താഴോട്ട് വലത് ഭാഗത്തോട്ട് നടക്കുന്നു? എല്ലാവരും നടന്നു വരുന്നവരെല്ലാം തന്നെ വലത് ഭാഗത്തോട്ടാണ് നടക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ഇടത് ഭാഗത്തോട്ട് പോകുന്നില്ല? ബിക്കോസ് യു ഹാവ് എൻ ഒബ്ജക്റ്റീവ്. ഐ ഹാവ് ടു ക്യാച്ച് ദ ബസ്. അപ്പോ ബസ് സ്റ്റോപ്പ് റൈറ്റ് സൈഡിലേക്ക് നടന്നു കഴിഞ്ഞാലാണ് ബസ് സ്റ്റോപ്പ് വരുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ആ ഒരു ലക്ഷ്യം ഉള്ളത് കൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകുന്നു. അതല്ലെങ്കിൽ നിങ്ങൾ എവിടേക്കും പ്രത്യേകിച്ച് ലക്ഷ്യമില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെറുതെ നടക്കുന്ന രീതിയിലായിരിക്കും. നിങ്ങൾ വീട്ടിലേക്ക് പോകണം, ബസ് കയറിയാണ് പോകുന്നത്. ബസ് ഈസ് അവൈലബിൾ ഇൻ ദ ബസ് സ്റ്റോപ്പ്. കാര്യവട്ടം യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലുള്ള ബസ് സ്റ്റോപ്പ് ആണ്. അപ്പൊ ആ ഒരു മാപ്പ് നമ്മുടെ മനസ്സിലൂടെ ഒരു കൊഗ്നിറ്റീവ് അല്ലെങ്കിൽ നമ്മൾ ഒരു കൈൻഡ് ഓഫ് മെന്റൽ ഇമേജ് നമ്മൾ സൃഷ്ടിക്കുന്നു. അപ്പൊ എങ്ങനെ ഇറങ്ങിയിട്ട് നടക്കുന്നു, അതിനനുസരിച്ച് ബസ് കിട്ടുന്നു, ബസ്സിൽ കയറി പോകുന്നു. അത്രയും ഒരു പിക്ചർ നമ്മൾ അത്രയും ദൂരം സഞ്ചരിച്ച് നമ്മൾ എത്തുന്നു. അങ്ങനെ ഒരു ഔട്ട്കം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങി നേരെ വലത്തോട്ട് നടക്കുന്നത്. ദിസ് ഈസ് ദ ആക്ച്വൽ പ്രോസസ് വാട്ട് വി ഹാവ് ടു ഡു. പലപ്പോഴും ഈ ഒരു ലക്ഷ്യബോധമില്ലാതെ ഔട്ട്കമ്മിനെ കുറിച്ച് ബോധമില്ലാതാവുമ്പോഴാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നത്. whenever you are learning something you should know what is the objective of learning. അപ്പൊ നമുക്ക് അതിലേക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റും. ഇനി ഞാൻ നിങ്ങൾക്ക് അതിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്ന ഒരു സംഭവം, നിങ്ങളുടെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞൊരു സംഭവം കാണാം. ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ്. അപ്പൊ നിങ്ങൾ ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ നിങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് MA പ്രോഗ്രാം കഴിയുമ്പോൾ നിങ്ങളിൽ ഉണ്ടാവേണ്ട കുറെ കാര്യങ്ങളുണ്ട്.
One is continuous lifelong learning as an autonomous learner. നിങ്ങൾ സ്വന്തമായി പല പ്രോഗ്രാമുകൾ പഠിക്കാനുള്ള ഒരു ലൈഫ് ലോങ് ലേണർ ആവണം എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മളിൽ ഉണ്ടാവണം. ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പൊ അതിന് ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഡിപ്പാർട്ട്മെന്റുകൾ പറഞ്ഞു തരും, അല്ലെങ്കിൽ അതിന് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചുള്ള കുറെ പ്രോഗ്രാമുകൾ നിങ്ങൾ കാണും, അതിനെ കുറെ ആക്ടിവിറ്റീസ് യൂണിവേഴ്സിറ്റിയിൽ നടക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഡെഫിനറ്റ്ലി യു വിൽ ബി കണ്ടിന്യൂസ് ലൈഫ് ലോങ് ലേണർ. അതാണ് ഒരു ആട്രിബ്യൂട്ട്. നിങ്ങളുടെ സിലബസിന് ആസച്ച് ഞാൻ എടുത്തതാണ് ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ്. ഞാൻ എടുത്തത് എഡ്യൂക്കേഷൻ സിലബസ് എന്നാണ്. ദെൻ കണ്ടിന്യൂസ്ലി സ്ട്രൈവ് ഫോർ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ. ഞാൻ ഏത് മേഖലയിലാണോ അതിൽ ഞാൻ പ്രാഗൽഭ്യം തെളിയിക്കും. ഞാൻ അതിൽ മാക്സിമം ഐ വിൽ ബി ഡൂയിങ് മാക്സിമം എക്സലന്റ് തിങ്സ് ഇൻ മൈ സബ്ജക്ട് ഏരിയ. ചിലപ്പോൾ എനിക്ക് മാർക്ക് കുറവായിരിക്കും, പക്ഷേ ഐ ആം ഏബിൾ ടു ഡു വണ്ടർഫുള്ളി സ്പീക്കിംഗ്. എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. ചിലപ്പോൾ എൻ്റെ ഏരിയ റൈറ്റിംഗ് ആയിരിക്കും, അപ്പൊ ഐ വിൽ ഡു സംതിങ് വെരി സ്പെസിഫിക്കലി. ചിലപ്പോൾ ഞാൻ എഴുതുന്നത് ക്രിയേറ്റീവ് റൈറ്റിംഗ് ആയിരിക്കും. ചിലപ്പോൾ സംടൈംസ് യു ആർ എ ഗുഡ് ട്രാൻസ്ലേറ്റർ. സോ ആ ഇൻഡസ്ട്രിയിൽ ഞാൻ തിറങ്ങും, ആ ഒരു ഏരിയയിൽ ഞാൻ തിളങ്ങും. ദാറ്റ് ഈസ് ദ കണ്ടിന്യൂസ്ലി സ്ട്രൈവിംഗ് ഫോർ എക്സലൻസ്. ഇതാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ നിന്ന്, ഇവിടെയുള്ള ടീച്ചിങ് ലേണിംഗിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങളായിട്ട് യൂണിവേഴ്സിറ്റി പറയുന്നത്. അപ്ലൈ ആൻഡ് നർച്ചർ ക്രിട്ടിക്കൽ ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ്. ഇതിനാണ് നമ്മൾ വൈ വി ആർ ഓർഗനൈസിങ് ഓറിയന്റേഷൻ, വൈ ദർ ആർ മെനി പ്രോഗ്രാംസ് ഇൻ അറബിക് ഡിപ്പാർട്ട്മെന്റ്, why you have lots and lots of seminars, webinar. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും വെബിനാറുകൾ സംഘടിപ്പിക്കുന്നു. ഇന്റർനാഷണൽ കൊളാബറേഷൻസ് ഉണ്ട്. ഇന്റർനാഷണൽ സ്പീക്കേഴ്സ് ഇവിടെ വന്ന് ക്ലാസ് എടുക്കുന്നു. റിസർച്ച് സ്കോളേഴ്സ് നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യുന്നു. ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നു. പല പല കോണ്ടെക്സ്റ്റുകൾ പരിചയപ്പെടുത്തുന്നു. അതുപോലെ പല കോമ്പറ്റീഷൻസ്. ഇപ്പൊ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഐഡിയ കോമ്പറ്റീഷൻ ഉണ്ട്. ഓരോ വർഷവും യൂണിവേഴ്സിറ്റി നടത്തുന്ന ഐഡിയ കോമ്പറ്റീഷൻ. യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞ കേരള ഗവൺമെന്റ് നടത്തുന്ന പ്രോഗ്രാം ഉണ്ട്. സ്റ്റോറി കോമ്പറ്റീഷൻ ഉണ്ട്. പല മാഗസിനുകളും ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് മാഗസിൻസ്, ഡിപ്പാർട്ട്മെന്റ് അക്കാഡമിക് ജേർണൽസ്, ഡിപ്പാർട്ട്മെന്റ് മാഗസിനുകൾ, യൂണിവേഴ്സിറ്റി ഇറക്കുന്ന പല മാഗസിനുകൾ, സംഘടനകൾ പലരും എടുക്കുന്ന മാഗസിനുകൾ, ടീച്ചേഴ്സ് ഓർഗനൈസേഷൻസും സ്റ്റുഡൻസ് ഓർഗനൈസേഷൻസും ഒക്കെ തന്നെ ഇറക്കുന്ന കുറെ മാഗസിൻസുകൾ, കുറെ ആക്ടിവിറ്റീസിനുള്ള സ്പേസ്. ഇതൊക്കെ എന്തിനാണ് ഉള്ളത്? ഇത് നമ്മൾ അനുഭവിക്കുന്നതിലൂടെ when we are going through all this, ഈ ഒരു തരത്തിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ നമ്മൾ ഉണ്ടാവുക എന്നുള്ളത്. ഇത് കാണുമ്പോൾ വേറൊരു സിറ്റുവേഷൻ, when you are moving out and joining an institution as a lecturer or assistant professor, അതല്ലെങ്കിൽ നിങ്ങളൊരു ട്രാൻസ്ലേറ്റർ ആയിട്ട് ഒരു കമ്പനിയിലെ ട്രാൻസ്ലേറ്റർ ഹെഡ് ആയിട്ട് നിങ്ങളൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു. So whatever you were practicing in the institution, such spark you are getting and you are applying that in the new situation in a novel way. പുതിയ രീതിയിൽ നമ്മൾ അതിനെ ആ ഒരു സ്ഥാപനത്തിൽ ശ്രമിക്കും. ആ സ്ഥാപനത്തിൽ പുതിയ രീതിയിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും എക്സ്പോഷർ യൂണിവേഴ്സിറ്റിയിലും ഡിപ്പാർട്ട്മെന്റിലും നമുക്ക് കിട്ടുന്നത്. സിമിലർലി പ്രൊമോട്ടിംഗ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രാക്ടീസസ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു അജണ്ടയാണ്, ഒരു ഗോളാണ്. നമുക്കറിയാം യുണൈറ്റഡ് നേഷൻസിന്റെ ഗോൾ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഒക്കെ നമുക്കറിയാം. സീറോ ഹങ്കർ, പോവർട്ടി ഇല്ലാതിരിക്കുക, എല്ലാവർക്കും എഡ്യൂക്കേഷൻ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, വാട്ടർ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ ബോധവാന്മാരാവുക, അതിനെക്കുറിച്ചുള്ള ഇതെല്ലാം എൻഷുർ ചെയ്യാനുള്ള പ്രാക്ടീസസ് കൊണ്ട് നടക്കുക എന്നുള്ളത് നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ചില ആട്രിബ്യൂട്ട്സ് ആണ്. കോപ്പറേഷൻ ഓവർ കോമ്പറ്റീഷൻ. റാദർ കോമ്പറ്റീഷൻ വി നീഡ് കോപ്പറേഷൻ. ഒരു കമ്പനിയിലാണെങ്കിലും, ഒരു സ്കൂളിലാണെങ്കിലും, ഈവൻ നമ്മുടെ ഒരു കുടുംബത്തിലാണെങ്കിലും, ഒരു ഫ്രണ്ട്സ് സർക്കിൾ ആണെങ്കിൽ പോലും കോമ്പറ്റീഷൻ ഈസ് സിഗ്നിഫിക്കൻറ്റ്. പക്ഷെ അതൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരിക്കണം. റാദർ ദർ ഷുഡ് ബി കോപ്പറേഷൻ. പരസ്പരം സഹകരിച്ച് പരസ്പരം കോംപ്ലിമെന്റ് ചെയ്ത് നമ്മൾ പോവുക എന്നുള്ളതാണ്. ഇപ്പൊ ചില ആളുകൾ കാണാം, നമ്മളൊരു ക്ലാസ് റൂം സിറ്റുവേഷൻ ആണെങ്കിൽ തന്നെയും ചില ആളുകൾ ഒരാൾക്ക് കിട്ടിയ കാര്യങ്ങൾ ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യാത്ത ആളുകൾ കാണാം. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നതിനപ്പുറമായിട്ട് വി ആർ കോപ്പറേറ്റിംഗ് ആൻഡ് ദെൻ ഹാവിങ് എ ഹെൽത്തി കോമ്പറ്റീഷൻ. എല്ലാ റിസോഴ്സും എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ട് അതിൽ നിന്നൊരു ഹെൽത്തി കോമ്പറ്റീഷൻ. അങ്ങനെയാണ് നമ്മൾ ഇതെല്ലാം തന്നെ യൂണിവേഴ്സിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന, യൂണിവേഴ്സിറ്റി പറയുന്ന ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് ആണ്. ഒരുവിധ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇത്തരം ആട്രിബ്യൂട്ട്സ് നമുക്ക് കാണാം. Balance right with responsibilities. We have rights, at the same time we have responsibility.
നിങ്ങളുടെ റൈറ്റ് ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈബ്രറിയിൽ ബുക്സ് എടുക്കാൻ പറ്റുക, ഡിപ്പാർട്ട്മെന്റിൽ പോയി ഇരിക്കാൻ പറ്റുക, ആക്സസ് ടു ഇന്റർനെറ്റ്. ദീസ് ആർ യുവർ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ്. സംടൈംസ് വി ക്യാൻ സേ ദാറ്റ് പ്രിവിലേജസ്. അറ്റ് ദ സെയിം ടൈം യു ഹാവ് റെസ്പോൺസിബിലിറ്റി. നമ്മള് റെസ്പോൺസിബിലിറ്റിന്റെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രാക്ടീസസ് കൊണ്ട് നടക്കുന്ന റെസ്പോൺസിബിലിറ്റി, എനർജി സേവിങ് റെസ്പോൺസിബിലിറ്റി, വാട്ടർ, ഇലക്ട്രിസിറ്റി, ഇതെല്ലാം തന്നെ സേവ് ചെയ്യുന്നുള്ളത് അതൊക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. റെസ്പെക്ട് ഈസ് എ റെസ്പോൺസിബിലിറ്റി. മ്യൂച്വലി നമ്മൾ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു തരത്തിലുള്ള നമ്മൾ ഒരു ക്യാമ്പസ് ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. ഒരു സേഫ് ക്യാമ്പസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് ആൻഡ് എവരി സിറ്റിസൺ, ഈച്ച് ആൻഡ് എവരി ഇൻഹാബിറ്റന്റ്. ഓരോരുത്തരുടെയും ക്യാമ്പസിൽ ജീവിക്കുന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് ആ ക്യാമ്പസ് സേഫ് ആയിരിക്കുക, ആ ക്യാമ്പസ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കുക, ആ ക്യാമ്പസിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അണ്ടർസ്റ്റാൻഡ്, റെസ്പെക്ട് ഡൈവേഴ്സിറ്റി ആൻഡ് ഡിഫറൻസസ്. പല ജാതിയും മതവും ഭാഷ സംസാരിക്കുന്നവർ, ഈവൻ ഫോറിനേഴ്സ് വി ഹാവ് hundreds of foreigners we are there in our departments. അപ്പൊ ഇവരെയൊക്കെ റെസ്പെക്ട് ചെയ്യുക, ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യുക, ഡൈവേഴ്സിറ്റിയെ നമ്മൾ അഡ്രസ് ചെയ്യുക എന്ന് പറയുന്നത്, അതിനെ മനസ്സിലാക്കുക എന്നുള്ളതും ഇറ്റ് ഈസ് ആൾസോ വൺ ഓഫ് ദ ആട്രിബ്യൂട്ട്സ്. These are the attributes as such mentioned in the graduate attributes of University of Kerala. Use education as a tool for emancipation and empowerment of humanity. അപ്പൊ ഇതെല്ലാം തന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, whenever we are having the syllabus, having the curriculum, ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കുക. ചിലരൊക്കെ പറയും ഇപ്പൊ ഇന്ന് ഒരു കൾച്ചറൽ ഇവന്റ് ആണ്, ഇന്ന് ഇതിന് കോളേജിൽ പോകണം, ഇന്ന് കൾച്ചറൽ പ്രോഗ്രാമാണ്, ഞാൻ അതിലൊന്നും പങ്കെടുക്കുന്നില്ല, ഞാൻ എന്തിന് കോളേജിൽ പോകുന്നു, ഇന്ന് സ്പോർട്സ് ആണ്, എനിക്ക് ഓടാനൊന്നും വയ്യ, ഐ എം നോട്ട് അറ്റ് ആൾ ടേക്കിംഗ് പാർട്ട് ഇൻ ദ സ്പോർട്സ് ഇവന്റ്, പിന്നെ എന്തിന് ഞാൻ കോളേജിൽ പോകുന്നു. These were the നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിൽ വരുന്ന കുറെ കാര്യങ്ങളാണത്. പക്ഷെ നമ്മള് പലതരത്തിലുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുമ്പോഴാണ് ഈ ഒരു സ്പോർട്സ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് സ്പോർട്സ് അറിയുന്നവരോ സ്പോർട്സിൽ ആക്റ്റീവായി ചെയ്യുന്നവരോ മാത്രമല്ല. ഹൗ ടു ഓർഗനൈസ് ആൻ ഇവന്റ്, വാട്ട് ആർ ദ സ്ട്രഗിൾസ് എ പേഴ്സൺ ഈസ് ഹാവിങ് ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു സ്പോർട്സ് ഇവന്റ് ഓർഗനൈസ് ചെയ്യുമ്പോൾ ആ ഓർഗനൈസിംഗ് സെക്രട്ടറി എടുക്കുന്ന പെയിൻ എത്രയാണ്, എത്ര സ്ട്രെയിൻ എടുത്താണ് അങ്ങനെ ഒരു ഇവന്റ് ചെയ്യുന്നത്. നിങ്ങളൊരു ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റോള് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യാൻ പ്രാപ്തനാക്കുക എന്നുള്ളതും കൂടെ അതിന്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യമാണ്. നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറം അത് സംഘടിപ്പിക്കുക എന്നുള്ളതും അതിലെ ഭാഗവാക്കാകുക എന്നുള്ളതും അതിനെ പ്രോത്സാഹിപ്പിക്കുക, ഇതെല്ലാം നമ്മളുടെ ഒരു ഔട്ട്കമാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കണം. Now, എങ്ങനെയാണ് ശരിക്കും ഈ OBE വരുന്നത്? OBE we know that it is an educational process. ഇനി അതിനെ സ്പെസിഫിക് ആയി 2-3 കാര്യങ്ങളാണ് OBEയിലുള്ളത്. ഒന്ന്, ഇറ്റ് ഈസ് an explicit statement of learning expressed as outcomes which reflect educational aims, purposes and values. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എക്സ്പ്ലിസിറ്റ് ആയിട്ട് വളരെ പ്രകടമായിട്ട് നമ്മൾ പറയുന്നു. നമ്മൾ ഓരോ മോഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് കാര്യം. നിങ്ങൾ ഇപ്പം ഒരു സാഹിത്യത്തില്, അറബി സാഹിത്യത്തിൽ നിങ്ങൾക്ക് ഒരു ഇതുണ്ട്. അപ്പൊ അപ്പം പ്രോഫറ്റിക് പീരീഡിലെ സാഹിത്യകാരന്മാരെ അവരുടെ സാഹിത്യ കൃതികളെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുക. ടു അനലൈസ് ക്രിട്ടിക്കലി ദ ലിറ്റററി വർക്ക്സ് ഡ്യൂറിങ് പ്രോഫറ്റിക് പീരിയഡ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് വളരെ ക്ലിയർ ആണ്. ഏതൊക്കെ സാഹിത്യകാരന്മാരാണെന്ന് നിങ്ങളെ സിലബസിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അവരുടെ ലിറ്റററി വർക്കുകൾ നിങ്ങൾ എടുക്കണം, ആ വർക്കുകൾ മനസ്സിലാക്കണം. അത് മാത്രമല്ല, എന്താണ് നിങ്ങളുടെ ഔട്ട്കം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ക്രിട്ടിക്കലി അനലൈസ്. അപ്പൊ നമ്മളത് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യണം. അതല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് നിങ്ങൾ എടുക്കുന്നു. ഇപ്പൊ അറബിക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന റൈം, റിതം, ഇങ്ങനെ കുറെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എനിക്ക് ഐ ഡോണ്ട് നോ എക്സാക്ട്ലി ദ നെയിംസ് ഫോർ ദാറ്റ് ഇൻ അറബിക്. ഇപ്പൊ അറബിക്കിൽ നമുക്ക് ഓരോന്ന് പേഴ്സോണിഫിക്കേഷൻ ഉണ്ടായിരിക്കും, എനോമറ്റോപ്പിയ, ഇങ്ങനെ കുറെ അറബിക്കിലെ ലാംഗ്വേജിന്റെ ചില പ്രത്യേക സംവിധാനങ്ങൾ, പ്രത്യേക യൂസേജസ് ഉണ്ടായിരിക്കും. റൈംസ്, റിതംസ്, ഫ്രേസസ്, ഇതെല്ലാം യൂസ് ചെയ്ത് പല കോണ്ടെക്സ്റ്റ് ഐറോണിക്കൽ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ കാണും. പേഴ്സോണിഫിക്കേഷൻ കാണും, ഇലിട്രേഷൻ കാണും. അങ്ങനെ പല തരത്തിലുള്ള യൂസ് ഓഫ് ലാംഗ്വേജസ് അത് മനസ്സിലാക്കി അതിനെ കമ്പയർ ചെയ്യുക. ഇങ്ങനെയുള്ള കുറെ തരത്തിൽ നമ്മൾ അതിനെ
ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് പറ്റും. സാഹിത്യമാണെങ്കിൽ സാഹിത്യത്തിന്റെ ഭംഗി നമ്മൾ ചിലപ്പോൾ അത് എസ്തെറ്റിക് ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഔട്ട്കം എന്ന് പറയുന്നത് എസ്തെറ്റിക് വാല്യൂ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കും. ഈ എസ്തെറ്റിക് വാല്യൂ ഡെവലപ്പ് ചെയ്യുമ്പോഴേ നമ്മൾ അതിനെ ആ ഒരു തരത്തിൽ നിരൂപണം ചെയ്ത് മനസ്സിലാക്കാൻ നമുക്ക് അറിയണം. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിരൂപണാത്മകമായിട്ടുള്ള ഒരു വായന ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും ഈ ഒരു തരത്തിലുള്ള സൃഷ്ടിയെ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഐ ആം ഏബിൾ ടു ക്രിയേറ്റ് സച്ച് കൈൻഡ് ഓഫ് തിങ്സ്. ആ ഒരു തരത്തിലുള്ള ഒരു കലാസൃഷ്ടി അതല്ലെങ്കിൽ ഒരു പിന്നെ എന്താ പറയാ ഒരു ലിറ്റററി കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പോസിബിൾ ആവുന്നത് പലതരത്തിലുള്ള, നമ്മൾ ഈ കഥാകാരന്മാരെന്ന് പറയുന്നത് അല്ലെങ്കിൽ പുതിയ പുതിയ കഥാകാരന്മാര് അല്ലെങ്കിൽ കവയത്രികളും കവികളും ഒക്കെ തന്നെ ജനിക്കുന്നത് ഒരു ദിവസം കൊണ്ട് ജനിക്കുന്നവരല്ല. ഇൻബോൺ ടാലന്റ് മാത്രമല്ല അവർക്കുള്ളത്. വായനയിലൂടെയും എക്സ്പീരിയൻസിലൂടെയും ചിന്തകളിലൂടെയുമാണ് ശരിക്കും ഓരോരുത്തരും വികസിച്ച് പല ലെവലിലും എത്തുന്നത്. നമ്മൾ ഇന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ആദരിക്കുന്ന അല്ലെങ്കിൽ ഓരോ വർഷവും നമ്മൾ കൊടുക്കുന്ന, അപ്പം നോബൽ പ്രൈസ് ആണെങ്കിലും അല്ലെങ്കിൽ വളരെ ലിറ്ററേച്ചറിലെ നോബൽ പ്രൈസ് അതല്ലെങ്കിൽ ഓരോ പുരസ്കാരങ്ങൾ നമ്മൾ ബുക്കർ പ്രൈസ് ആണെങ്കിലും ഒക്കെ നമ്മൾ കൊടുക്കുന്നത് ഈ ആളുകൾ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് ഡെവലപ്പ് ചെയ്ത ആളുകളല്ല. ഇവരുടെ ചിന്താമണ്ഡലവും ഇവരുടെ പരന്ന വായനയും ഒക്കെ തന്നെയാണ് ദാറ്റ് ഹാസ് ഡെവലപ്ഡ് ദം ആസ് വാട്ട് ദേ ആർ. അപ്പൊ ഇവരുടെ ഉദ്ദേശങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ചില ഔട്ട്കം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കും. അതിൽ നിന്ന് അല്ലെങ്കിൽ അവര് ഓരോ ലിറ്റററി വർക്കിനെയും അവര് കാണുന്ന രീതിയിൽ നിന്നാണ് അവര് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. കിട്ടുന്ന ഒരു പുസ്തകമാണെങ്കിൽ ആ പുസ്തകത്തിൽ നിന്ന് എന്തെനിക്ക് ചകഞ്ഞെടുക്കണം എന്ന് ഞാൻ നേരത്തെ മുൻകൂട്ടി ഞാൻ വെക്കുമ്പോഴാണ്. ഇപ്പൊ ചേതൻ ഭഗതിനെ വായിക്കുമ്പോൾ ചേതൻ ഭഗതിന്റെ പ്രയോഗങ്ങളുടെ ഭംഗിയും അല്ലെങ്കിൽ അതിന്റെ ആ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തെ അല്ലെങ്കിൽ സാമൂഹ്യ സാഹചര്യങ്ങളെ പ്രതിദാനം ചെയ്യുന്നതിനുള്ള ആ ഒരു പ്രത്യേക സ്കില്ലും എങ്ങനെ എനിക്ക് മുന്നോട്ട് ഒരു ഊർജം നൽകും. ആസ് എ ലിറ്റററി വർക്ക് ഞാൻ ആസ് എ ലിറ്റററി പേഴ്സൺ അല്ലെങ്കിൽ ഈ ലിറ്ററേച്ചറിൽ താല്പരനായ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ എനിക്ക് അരുന്ധതി റോയിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാം, ഈ കഥാകാരനിൽ നിന്ന് എനിക്ക് എന്തെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഔട്ട്കം ഉണ്ടാകുമ്പോഴാണ് അത് ഫ്രൂട്ട്ഫുൾ ആയിട്ട് മാറുന്നത്. അപ്പോൾ എന്റെ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിലബസ്, നമ്മുടെ കരിക്കുലം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്ലിയർലി മെൻഷൻ വാട്ട് ഈസ് എക്സ്പെക്ടഡ്. അപ്പൊ നമ്മൾ ഓരോ മോഡ്യൂളിന്റെയും കണ്ടന്റിലേക്ക് പോകുന്നതിന് മുന്നേ ആ മോഡ്യൂളിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദാറ്റ് സ്പെസിഫിക് കോഴ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതാണ് എന്നിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ചായിരിക്കും എനിക്ക് വരാൻ പോകുന്ന ചോദ്യ പേപ്പറും അസസ്മെന്റും. അപ്പൊ ഞാൻ ആ ഒരു തരത്തിൽ പ്രിപ്പയർ ആവണം. വെറുതെ ചില ആശയങ്ങൾ വെറുതെ കാണാതെ പഠിക്കാനായിരിക്കും. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, ന്യൂഡൽഹി. വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ശ്രീലങ്ക, കൊളംബോ. ഇങ്ങനെ നമ്മൾ കാണാതെ പഠിക്കുന്നത് വളരെ നാമമാത്രമായ ഒരു പഠനമാണ് പലപ്പോഴും. പക്ഷേ ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും വിദേശ നയങ്ങളെ താരതമ്യപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കാണാതെ പഠിച്ച കാര്യമില്ല. ഇന്ത്യൻ വിദേശ നയം വളരെ വ്യക്തമായി അറിയണം, ശ്രീലങ്കയുടെ വിദേശ നയം വളരെ വ്യക്തമായി അറിയണം. എന്നിട്ട് എന്താണ് ഒരു ഐഡിയൽ വിദേശ നയം, നമ്മൾ പറയുന്ന ഒരു മാതൃക എന്താണ്, വിദേശ നയത്തിന്റെ ഒരു ഐഡിയൽ ആയിട്ടുള്ള മാതൃക എന്താന്ന് നമുക്ക് അറിയണം. അതിനെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഏകകം യൂണിറ്റ് ഷുഡ് ബി one and same. Then we are comparing what are the loopholes in India's foreign policy. എന്താണ് ശ്രീലങ്കയുടെ ഫോറിൻ പോളിസിയുടെ മോശം എന്നുള്ളത് നമ്മൾ പറയാം. ഇതേപോലെ തന്നെ നമ്മൾ കവികളെയോ കവയത്രികളെയോ ഒക്കെ തന്നെ അനലൈസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ രണ്ട് ലിറ്റററി വർക്കുകൾ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോഴും ഈ രീതിയിലാണ് വരുന്നത്. രണ്ട് ലേഖനങ്ങൾ നിങ്ങൾ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യുന്നു. COVID-19 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് പബ്ലിഷ് ചെയ്ത അറബിക് ഭാഷയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ലേഖനങ്ങളെ നിങ്ങൾ ഒരു വിശകലനം ചെയ്യാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഒരു ഏകകം വെക്കുന്നു. നമ്മൾ കണ്ടന്റ് എന്തായിരിക്കും, ഏത് രീതിയിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്, അതിൽ നിന്ന് ക്ലാരിറ്റി എന്തൊക്കെയുണ്ട്, അതിൽ എന്തൊക്കെ നൂതന ആശയങ്ങളുണ്ട്, ഇങ്ങനെ കുറെ പോയിന്റുകൾ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ലേണിംഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പോകുന്ന ലേണിംഗ് ആണ്. വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് ദാറ്റ് നമ്മൾ പറയുന്ന എഴുതി വെച്ചിരിക്കുന്നത് ഏതു തരം ഔട്ട്കം ആണോ അതനുസരിച്ചുള്ള ചോദ്യവും അതനുസരിച്ചുള്ള അസസ്മെന്റും ആണ് നമ്മൾക്ക് പ്രതീക്ഷിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ഔട്ട്കം എന്താണ്, എന്റെ മോഡ്യൂളിന്റെ ഞാൻ ചെയ്യുന്ന ഓരോ പേപ്പർ, അതിനെ നമ്മൾ കോഴ്സ് എന്ന് പറയുന്നത്, ഓരോ പേപ്പർ അല്ലെങ്കിൽ ഓരോ കോഴ്സിന്റെയും കൃത്യമായ ഔട്ട്കം എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കണം.
the method or approach to enable the intended learning. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു ലേണിംഗ് ഔട്ട്കം, ഇപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു സിലബസ് ഉണ്ടാക്കുമ്പോൾ, ഒരു കരിക്കുലം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിൽ കുട്ടികളിൽ ഡെവലപ്മെന്റ് വരണമെന്ന് നിങ്ങളുടെ കമ്മിറ്റി ഓഫ് ദ എക്സ്പേർട്സ് ഇൻക്ലൂഡിങ് ദ ടീച്ചേഴ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറബിക് അവരിരുന്നാണ് ഇങ്ങനെയുള്ള ഔട്ട്കം സെറ്റ് ചെയ്യുന്നത്. ഔട്ട്കം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ജോലി അതിനനുയോജ്യമായി എങ്ങനെ എനിക്ക് ഇത്തരം, ഇപ്പോ നിങ്ങളിപ്പോ രണ്ട് കവികളുടെ കവിതകളെ നിങ്ങൾ ക്രിയാത്മകമായി വിമർശിക്കുക എന്നുള്ള ഒരു അസൈൻമെന്റ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എങ്കിൽ, അതാണ് നിങ്ങൾക്ക് ഫൈനൽ പരീക്ഷയ്ക്ക് തരാൻ പോകുന്ന ചോദ്യം എങ്കിൽ, എങ്ങനെ ഈ രണ്ട് കവികളെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാം എന്നുള്ള തരത്തിലുള്ള ഒരു മെത്തേഡ്, ആ ഒരു കമ്പാരിറ്റീവ് മെത്തേഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസ്കഷൻ മെത്തേഡ് ആയിരിക്കാം, ഇങ്ങനെ ഏതൊക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടീച്ചിങ് രീതികൾ, നമുക്ക് അധ്യാപന രീതികൾ നമുക്ക് ആ രീതിയിൽ തന്നെയായിരിക്കും. ക്ലാസ് റൂമിലും ആ രീതിയിൽ എക്സസൈസ് തരുന്നു. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്നിരിക്കുന്ന രണ്ട് കവികളെ കുറിച്ചാണെങ്കിൽ വേറെ രണ്ട് കവികളെ കുറിച്ചാണ് നമ്മൾ എന്ത് തന്നിരിക്കുന്നത്, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് എന്തൊക്കെയാണ് അതിന്റെ രീതികൾ, ഓരോ കവിതയെ കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കണം, രണ്ടിനെയും കമ്പയർ ചെയ്യാനുള്ള ഒരു ഏകകം ഡെവലപ്പ് ചെയ്യണം, അതിൽ നിന്ന് നിങ്ങൾ ഓരോ യൂണിറ്റിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ട് രണ്ട് കവികളെയും കമ്പയർ ചെയ്യണം, അതിൽ നിന്ന് നിങ്ങളുടെ നിരൂപണത്തിന്റെ ഒരു കൺക്ലൂഷൻ നിങ്ങൾ എഴുതണം. ഇതായിരിക്കാം, ഞാൻ കൃത്യമായി പറയുന്നതല്ല, ലാംഗ്വേജ് ലേണിംഗിനെ കുറിച്ച് എനിക്ക് അറിയില്ല, പക്ഷെ ഈ ഒരു തരത്തിൽ നമ്മൾ അതിനെ നിങ്ങളിലേക്ക്, കുട്ടികളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കുട്ടികളും ആ ഒരു തരത്തിൽ എങ്ങനെ ചോദ്യത്തെ നേരിടണം എന്നുള്ളത് മനസ്സിലാക്കുന്നു. സിമിലർലി അതിനുശേഷം നമ്മൾ ഉണ്ടാക്കുന്ന അസസ്മെന്റ്, അപ്പൊ നമ്മൾ ആദ്യം ഔട്ട്കം തയ്യാറാക്കുന്നു, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനനുയോജ്യമായ ടീച്ചിങ് ലേണിംഗ് രീതികൾ, പല എക്സ്പീരിയൻസസ് ആയിരിക്കാം, പല അഡീഷണൽ പ്രോഗ്രാംസ് ആയിരിക്കാം, നിങ്ങൾക്ക് ഇതുപോലെ നിരൂപണങ്ങളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കാം, ആ പുസ്തകങ്ങൾ വായിച്ച് അതിന്റെ സമ്മറി എഴുതാനുള്ള അസൈൻമെന്റുകളായിരിക്കാം, അല്ലെങ്കിൽ പല പല രീതിയിലുള്ള ഇങ്ങനെ നിരൂപണങ്ങൾ നടത്തുന്ന വീഡിയോസ് കാണുന്നതായിരിക്കാം. പല അസൈൻമെന്റുകളും ടീച്ചേഴ്സ് അതുമായി ബന്ധപ്പെട്ട് തരുന്നു. ഫൈനലി ആ ഒരു തരത്തിലുള്ള അസസ്മെന്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. എന്നിട്ട് നമ്മൾ മാച്ച് ചെയ്ത് നോക്കുന്നു വെദർ ദ അസസ്മെന്റ് ഈസ് പെർഫെക്റ്റ് ഇൻ ദ ലൈൻ ഓഫ് ഡിസയേർഡ് ഔട്ട്കം. നമ്മൾ നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന ഔട്ട്കത്തിനനുസരിച്ചാണോ നമ്മൾ ഈ ഒരു അസസ്മെന്റ് നടത്തുന്നത് എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ടീച്ചിങ് ലേണിംഗ് സക്സസ് ആയോ അല്ലേ എന്ന് നമ്മൾ നോക്കുന്നത്. ഇത് ശരിക്കും വളരെ വിശദമായി ഐ ജസ്റ്റ് ഡൗൺലോഡഡ് ഫ്രം ദ ഇന്റർനെറ്റ് റിഗാർഡിംഗ് ദ ഔട്ട്കം. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഔട്ട്കം? ഒരു ഔട്ട്കം എന്ന് പറയുന്ന ഈ ഒരു കോളം നോക്കാം, ഫസ്റ്റ് വരുന്ന ഒരു കോളം. ഔട്ട്കം ഈസ് ഫ്രം ദ മിഷൻ ആൻഡ് വിഷൻ. ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു കോളേജിന്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ വിഷനും മിഷനും അടിസ്ഥാനപ്പെടുത്തിയിൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഔട്ട്കത്തിനെ തയ്യാറാക്കുന്നത്. എന്താണ് എനിക്ക് ഒരു എക്സൽ ചെയ്യുക, അക്കാഡമിക് എക്സലൻസ് ഈസ് മൈ വിഷൻ, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഈസ് മൈ മിഷൻ എങ്കിൽ ഞാൻ അതിനനുസരിച്ചായിരിക്കണം എൻ്റെ പ്രോഗ്രാംസുകൾ സെറ്റ് ചെയ്യുന്നത്. ഇപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ ഭാഷാപരമായ ഉന്നമനമാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ, എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ലക്ഷ്യമെങ്കിൽ അതനുസരിച്ചുള്ള പ്രോഗ്രാംസ് ആണ് ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ യു ടേക്ക് ആൻ എക്സാമ്പിൾ ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി. ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി ഭാഷാപരമായ മുന്നേറ്റം, ആ ഒരു തരത്തിൽ എക്സലൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവരുടെ പ്രോഗ്രാംസ് അറബിക്, മലയാളം, തമിഴ്, ഫ്രഞ്ച്, ജർമ്മൻ, റഷ്യൻ ഇങ്ങനെയുള്ള ഭാഷകളാണ് അവരുടെ മേജർ പ്രോഗ്രാംസ് ആയി വരുന്നത്. ആ പ്രോഗ്രാംസിന്റെ ഔട്ട്കംസും ആ ഒരു തരത്തിലുള്ള ഔട്ട്കംസ് ആയിട്ട് വരുന്നു. അതിനനുസരിച്ച് നമ്മൾ ഏതൊക്കെ പേപ്പറുകൾ പഠിക്കണം. ഇപ്പൊ ലാംഗ്വേജിൽ പ്രൊഫിഷ്യൻസി കിട്ടാൻ വേണ്ടി അറബിക്കിൽ ഏതൊക്കെ പേപ്പർ പഠിക്കണം, ട്രാൻസ്ലേഷൻ പഠിക്കണം, കമ്മ്യൂണിക്കേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എന്ത് പഠിക്കണം, പ്രോസ് ഏത് വേണം, പോയട്രി, ഡ്രാമ ഏതൊക്കെ വേണം, അതൊക്കെ സാഹിത്യങ്ങൾ ഏതൊക്കെ വേണം, ഇതെല്ലാം നമ്മൾ ഹിസ്റ്ററി ഓഫ് ലിറ്ററേച്ചർ ഇത് ഏത് വേണം എന്നുള്ളത് തീരുമാനിച്ച് അതനുസരിച്ചുള്ള കോഴ്സ് ഔട്ട്കം സെറ്റ് ചെയ്യുന്നു. ഈ കോഴ്സ് ഔട്ട്കമും എന്തായിരിക്കും, നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ യൂണിവേഴ്സിറ്റിയുടെ വിഷനും മിഷനും അനുസരിച്ച് തന്നെ ആയിരിക്കണം. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ സമയത്തും ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ 3 വർഷം കൂടുമ്പോൾ നമ്മൾ സിലബസ് കരിക്കുലം റിവൈസ് ചെയ്യുന്നു. അപ്പൊ ഈ കരിക്കുലം റിവൈസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് എടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്.
ഫീഡ്ബാക്ക് എടുക്കുന്ന രീതി. നിങ്ങളുടെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന്റെ അടുത്ത് നിന്നൊക്കെ നമ്മൾ യൂണിവേഴ്സിറ്റി ഫീഡ്ബാക്ക് ആൾറെഡി ശേഖരിച്ചു കഴിഞ്ഞു. ഈ വർഷം കടന്നുപോയ കുട്ടികള്, നിങ്ങളെ പോലുള്ള ആളുകൾക്ക് ജോലി തരുന്ന സ്ഥാപനങ്ങള്, പാരന്റ്സ്, ഇവരുടെ എല്ലാം തന്നെ, അതായത് സ്റ്റുഡൻസ്, അലൂമിനായി, അതായത് എക്സ് സ്റ്റുഡൻസ്, പാരന്റ്സ്, എംപ്ലോയേഴ്സ്, ടീച്ചേഴ്സ്, ഇങ്ങനെ 5 കാറ്റഗറിയിൽ നിന്നാണ് സാധാരണ രീതിയിൽ ഫീഡ്ബാക്ക് എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഫീഡ്ബാക്കിൽ നിന്ന്, ഇപ്പൊ നിങ്ങളുടെ റിസൾട്ടിൽ നിന്ന്, ടീച്ചേഴ്സിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഒക്കെ കിട്ടുന്ന പലതരത്തിലുള്ള ഇൻപുട്ടുകൾ എടുത്തുകൊണ്ടാണ് നമ്മൾ ഔട്ട്കം, അതുപോലെ തന്നെ നമ്മളെ പ്രോഗ്രാമിന്റെ ഒബ്ജക്റ്റീവ്സും പ്രോഗ്രാമിന്റെ ഡിസൈനും ഒക്കെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. Once this is set, the second stage is teaching learning process. What facilities I can give and how can we improve and impart the facilities? Okay. അത് കഴിഞ്ഞ് അതിന് അനുയോജ്യമായ അസസ്മെന്റ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, വാട്ട് എവർ ഐ ഹാവ് എക്സ്പ്ലെയിൻഡ് ഇൻ ദിസ് സ്ലൈഡ്, the same thing is picturized. ഇതേ സാധനം തന്നെയാണ്. We are checking, assessing, assessment is being carried out. Institutional assessment is carried out. Program wise assessment is done. Course wise, നിങ്ങൾ ഓരോ പേപ്പറും എത്രത്തോളം അച്ചീവ് ചെയ്തു, ആസ് എ ഹോൾ പ്രോഗ്രാം ഔട്ട്കംസ് നിങ്ങൾ അച്ചീവ് ചെയ്തോ, ഇൻസ്റ്റിറ്റ്യൂഷണലി നിങ്ങൾ ആസ് എ ഹോൾ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയി നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയോ. ദെൻ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരിക്കും. ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് അപ്ഡേറ്റ്, എൻഹാൻസ്മെന്റ് പ്രോഗ്രാംസ്, ഫ്ലറിഷ്മെന്റ് പ്രോഗ്രാംസ്, additional activities, how to improve the curriculum, what are the more inputs out of. അപ്പൊ നിങ്ങൾ 2 വർഷത്തെ പ്രോഗ്രാം വ്യക്തമായിട്ട് സാർ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ സെക്കൻഡ് സെമസ്റ്റർ ആയിരിക്കുന്ന കുട്ടികളാണ്, they are the experiment batch. അപ്പൊ ഈ എക്സ്പെരിമെന്റ് ബാച്ച് അവരുടെ ഈ ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ അവർക്ക് നേടിയിട്ടുള്ള ഔട്ട്കം, വെദർ the batch is able to completely acquire and attain the outcome. നമ്മൾ ഉണ്ടാക്കി വെച്ച ഔട്ട്കം പ്രോപ്പറായി അറ്റൈൻ ചെയ്തെങ്കിൽ ഓക്കെ, ഓൾ റൈറ്റ്. എന്തായാലും ചില ലൂപ്പ് ഹോൾസ് ഏതൊരു സിസ്റ്റത്തിലും സാധ്യമാണ്. അപ്പോ കാരണം നമ്മൾ ഇതൊരു കെമിസ്ട്രിയോ അല്ലെങ്കിൽ ഫിസിക്സോ ചെയ്യുന്ന പരീക്ഷണങ്ങളല്ല, ഇറ്റ് ഈസ് ഹ്യൂമൻ ബീയിങ്സ്. സോ ഡെഫിനറ്റ്ലി ദർ ആർ ചാൻസസ് ഓഫ് സം ഓർ ദി അതർ കൈൻഡ് ഓഫ് ലൂപ്പ് ഹോൾസ്. ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതിന് ഇംപ്രൂവ്മെന്റിന് വേണ്ടി നമ്മൾ സജസ്റ്റ് ചെയ്യും. അപ്പൊ ആ 2 വർഷം കഴിയുമ്പോൾ അവരുടെ അറ്റൈൻമെന്റ് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ ഒന്നുകൂടെ പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ യൂണിവേഴ്സിറ്റി വിൽ ടെൽ ഇഫ് ദർ ആർ സം ഇഷ്യൂസ് ടു യു ക്യാൻ റിവൈസ് യുവർ കരിക്കുലം. അങ്ങനെയാണ് നമ്മൾ കരിക്കുലം വീണ്ടും ചെറിയ രീതിയിൽ ഈ ഇൻപുട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ പാരന്റ്സിൽ നിന്നും എംപ്ലോയീസിൽ നിന്നൊക്കെ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് നമ്മൾ റിവൈസ് ചെയ്യും. ഇതിന്റെ ഈ റിവിഷൻ പ്രോപ്പർ ആകുന്നിടത്താണ് ഹൗ ദ സ്റ്റുഡൻസ് ആർ എംപ്ലോയബിൾ എന്ന് പറയുന്ന ഒരു കാര്യം കിടക്കുന്നു. കാര്യവട്ടം ക്യാമ്പസിൽ നിന്ന് MA അറബിക് കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് ആണ് ഈ. അപ്പൊ കാര്യവട്ടത്തിൽ നിന്നാണോ കഴിഞ്ഞത്, സോ യു വിൽ ബി ഇൻ എന്ന് പറയുന്ന ഒരു രീതി പലപ്പോഴും ഉണ്ടാവാറുണ്ട്. നിങ്ങൾ കാര്യവട്ടത്തിൽ നിന്നാണോ കഴിഞ്ഞത്, അപ്പൊ പിന്നെ അറബിക്ക് നിങ്ങൾ കാര്യവട്ടം ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് കഴിഞ്ഞതെങ്കിൽ പിന്നെ ഞങ്ങൾ കൂടുതൽ ഇന്റർവ്യൂ ചെയ്യുന്നില്ല എന്നൊക്കെ ചിലർ പറയാറുണ്ട്. വൈ ദിസ് ഈസ് ബിക്കോസ് ആ ഒരു തരത്തിലാണ് അവിടെയുള്ള പഠന രീതി അല്ലെങ്കിൽ അവിടെയുള്ള അസസ്മെന്റ് മൂല്യനിർണ്ണയ രീതിയും ഔട്ട്കം അറ്റൈൻമെന്റും അങ്ങനെയാണ് എന്നുള്ള ഒരു ബോധം അല്ലെങ്കിൽ ആ ഒരു ഔട്ട്കം എംപ്ലോയേഴ്സിന്റെ ഇടയിൽ സൃഷ്ടിക്കാൻ ആ ഒരു സ്ഥാപനത്തിന് കഴിയുമ്പോഴാണ് അങ്ങനെയുള്ള ഒരു കമന്റ്സ് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ വരാത്ത ചില നമ്മൾ പോകുമ്പോൾ നമുക്ക് അറ്റൈൻമെന്റ് കിട്ടുന്നില്ല അല്ലെങ്കിൽ നമുക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ ദർ ഈസ് എൻ അർജന്റ് നീഡ് ഓഫ് റിവൈസിങ് ദ ഔട്ട്കം. റിവൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനനുസരിച്ച് ടീച്ചിങ് ലേണിംഗ് മാറ്റേണ്ടിയിരിക്കുന്നു. അതിനനുസരിച്ചുള്ള അസസ്മെന്റ് പ്രാക്ടീസസ് നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. നൗ കം ടു ദ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത്. ശരിക്കും ഇത് യൂണിവേഴ്സിറ്റി, ജസ്റ്റ് എ മിനിറ്റ്, യൂണിവേഴ്സിറ്റി ഔട്ട്കം ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലോങ് പ്രോസസ്. വളരെ സമയമെടുത്ത് വളരെ എക്സ്പെർട്ടൈസ് എടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും ബിൽഡിംഗ് ഓഫ് ദ ഔട്ട്കംസ് ഓഫ് എ പ്രോഗ്രാം. അതിൽ വരുന്ന ഒന്നെന്ന് വെച്ചാല് എസ്റ്റാബ്ലിഷിംഗ് മിഷൻ സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡിംഗ് പ്രോഗ്രാം എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഇത് യൂണിവേഴ്സിറ്റി നേരത്തെ ചെയ്തു വെക്കുന്ന കാര്യമാണ്. അതനുസരിച്ച് വി ആർ മാപ്പിംഗ് ദ മിഷൻ സ്റ്റേറ്റ്മെന്റ് വിത്ത് പ്രോഗ്രാം എഡ്യൂക്കേഷണൽ ഔട്ട്കംസ്. പ്രോഗ്രാം എഡ്യൂക്കേഷണൽ ഔട്ട്കംസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു,
ഈ മിഷൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റി, മിഷൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ ലിങ്ക് ചെയ്യുന്നു. അതനുസരിച്ച് നമ്മൾ പ്രോഗ്രാം സ്പെസിഫിക് ആയിട്ടുള്ള ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ചെയ്യുന്നു. ഈ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്, ലേണിംഗ് ഔട്ട്കംസ് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷണൽ ഔട്ട്കത്തിന്റെ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്, എർലിയർ ഇറ്റ് വാസ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്, അതിന്റെ ഒരു there are array of objectives. It is known as Bloom's taxonomy of educational objectives. I will deal something about Bloom's taxonomy later. അപ്പൊ ഏത് തരത്തിലുള്ള ഔട്ട്കം ആണ് നമുക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഈ ടാക്സോണമി അനുസരിച്ചാണ്. Then mapping the program educational outcome with program learning outcomes. പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കം ആയിട്ടാണ് അത് വരുന്നത്. അതിനുശേഷം നമ്മൾ കോഴ്സ് ഔട്ട്കത്തിലേക്ക് വരുന്നു, കോഴ്സ് സ്പെസിഫിക് ഔട്ട്കം വരുന്നു. കോഴ്സ് ഔട്ട്കം കഴിഞ്ഞാൽ ഓരോ കോഴ്സ് ഔട്ട്കമും നമ്മൾ ഈ ബ്ലൂംസ് ടാക്സോണമി അനുസരിച്ച് തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് അതിനെ എഴുതുന്നു. ഇത് ഡിപ്പാർട്ട്മെന്റൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് കരിക്കുലം റിവിഷൻ കമ്മിറ്റി ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അവബോധം ഉണ്ടാവാൻ വേണ്ടി പറഞ്ഞു. കോഴ്സസ് ഈ പ്രോഗ്രാം ലേണിംഗ് ഔട്ട്കവുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ട് അതിനെ ഡിസൈൻ ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള അസസ്മെന്റ് പാറ്റേൺ ചെയ്യുന്നു. ടോപ്പിക്സ് നമ്മൾ ഈ പേപ്പറിൽ കോഴ്സിൽ കൊടുക്കാൻ പോകുന്ന ടോപ്പിക്സുകളും കോഴ്സ് ലേണിംഗ് ഔട്ട്കമും ഒരേപോലെ മാച്ച് ആവുന്നു എന്ന് നമ്മൾ ഉറപ്പാക്കുന്നു. അതിനുശേഷം എന്തൊക്കെ പെഡഗോജിക്കൽ ടൂൾസ് വേണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. നമ്മൾ കുട്ടികൾക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ട്രാൻസ്ലേഷനിൽ നല്ല എബിലിറ്റി, കുട്ടികൾക്ക് ട്രാൻസ്ലേഷനിൽ നല്ല ഒരു എബിലിറ്റി ഉണ്ടാക്കണമെന്ന് ഞാൻ പറയുകയാണെങ്കിൽ, എന്റെ ഔട്ട്കം അങ്ങനെയാണെങ്കിൽ അതനുസരിച്ചുള്ള ട്രാൻസ്ലേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള പെഡഗോജിക് ടൂൾസ് എനിക്ക് വേണം. ബൈലിംഗ്വൽ മെത്തേഡ് വേണ്ടി ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കാം, ബൈലിംഗ്വൽ മെത്തേഡ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ടൂൾസ് ഉപയോഗിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അറബിക് ടൈപ്പിംഗ് ഈസ് വൺ ഓഫ് ദ ടൈപ്പിംഗ് ഓഫ് അറബിക് ആൻഡ് ടൈപ്പ്. നിങ്ങൾ റൈറ്റിംഗ് സ്കില്ല് നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ടൈപ്പിംഗ് എന്ന സ്കില്ലാണെങ്കിൽ ടൈപ്പിങ്ങിന് നിങ്ങൾ ഒരു പീരിയഡ് കൊടുക്കണം, അല്ലെങ്കിൽ ടൈപ്പിംഗ് അറബിക് ടൈപ്പിംഗ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അറബിക് ടൈപ്പിങ്ങിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ, ഓറിയന്റേഷൻസ് കുട്ടികൾ കൊടുത്തിരിക്കണം. ആ ഒരു തരത്തിലുള്ള ഓറിയന്റേഷനെയാണ് ഞാൻ ഇവിടെ പെഡഗോജിക്കൽ ടൂൾസ് എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ ലക്ഷ്യം വെച്ച് ഒരു ഔട്ട്കം എഴുതി വെച്ചത് അതനുസരിച്ചുള്ള ആക്ടിവിറ്റീസിനെയാണ് വി ആർ കോളിംഗ് ഇറ്റ് ആസ് ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസ് ഓർ പെഡഗോജിക്കൽ ടൂൾസ്. അപ്പൊ ചിലപ്പം അത് പുതിയ ടൂൾസ് ആയിരിക്കാം, പുതിയ ടെക്നിക്സുകളായിരിക്കാം, പുതിയ രീതിയിലുള്ള പഠന സംവിധാനങ്ങളായിരിക്കാം, സെൽഫ് ലേണിംഗ് ആയിരിക്കാം, ചില വെബ്സൈറ്റുകളെ കുറിച്ചുള്ള പരിചയപ്പെടുത്തലായിരിക്കാം, അല്ലെങ്കിൽ ചില പ്ലാറ്റ്ഫോമുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് ആയിരിക്കാം, പല രീതിയിലുണ്ടായിരിക്കാം. അപ്പൊ അത് നമ്മൾ ആ ഒരു ടൂളിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് അടുത്ത സ്റ്റേജ്. നെക്സ്റ്റ് ഈസ് പ്രിപ്പയറിംഗ് സെഷൻ വൈസ് കോഴ്സ് ലെസൺ പ്ലാനർ. ഇത് ടീച്ചർ ചെയ്യുന്ന കാര്യമാണ്. അതനുസരിച്ച് ലെസൺ പ്ലാനിങ് ടീച്ചർ ചെയ്യുന്നു, ക്വസ്റ്റ്യൻസ് അതിനനുസരിച്ച് മാപ്പ് ചെയ്യുന്നു. ഇത് അറ്റൈൻ ചെയ്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൃത്യമായ റൂബ്രിക്സ്, അസസ്മെന്റ് റൂബ്രിക്സ് ഉണ്ടാക്കുന്നു. സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് കൃത്യമായി മെഷർ ചെയ്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ് വേണ്ട കുട്ടികൾക്ക് നമ്മൾ റെമഡിയൽ മെഷേഴ്സ്. നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ ട്രാൻസ്ലേഷൻ സ്കില്ലാണ് ഒരു ഔട്ട്കം എങ്കിൽ അത് എത്രത്തോളം ഫസ്റ്റ് സെമസ്റ്ററിൽ കുട്ടികൾ അറ്റൈൻ ചെയ്തു. ചില കുട്ടികൾ വളരെ മോശമായിട്ടാണ് ഇപ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെ ഇംപ്രൂവ് ചെയ്യാൻ എന്ത് റെമഡിയൽ മെഷേഴ്സ് കൊടുക്കാൻ പറ്റും, അത് ടീച്ചർ പ്ലാൻ ചെയ്യുന്നതാണ് ആ ഒരു സ്റ്റേജിൽ പറഞ്ഞത്. ട്രാക്കിംഗ് ദ പെർഫോമൻസ് ആൻഡ് പ്രൊപ്പോസിംഗ് ദ റെമഡിയൽ മെഷേഴ്സ്. നെക്സ്റ്റ് ഈസ് CLO ത്രഷോൾഡ് അനുസരിച്ച് നമ്മൾ കോഴ്സ് വൈസ് ആയിട്ട് സെമസ്റ്റർ വൈസ് ആയിട്ടൊക്കെ എത്രത്തോളം നമ്മൾ ഒരു മിനിമം അറ്റൈൻമെന്റിന്റെ റേഞ്ച് വെച്ചിരിക്കും. അതിനാണ് നമ്മൾ ത്രഷോൾഡ് എന്ന് പറയുന്നത്. ആ ഒരു മിനിമം അറ്റൈൻമെന്റ് കുട്ടിയിൽ ഉണ്ടായോ, വേറെ മിനിമം അറ്റൈൻമെന്റ് ഉണ്ടാകുന്ന കുട്ടിയാണ് നമ്മൾ പാസ് ആയെന്ന് പറയുന്നത്, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ദ പ്രോഗ്രാം എന്ന് പറയുന്നത്. ആ സെമസ്റ്റർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തെന്ന് പറയണമെങ്കിൽ ആ ഒരു ത്രഷോൾഡ് നമ്മൾ കീപ്പ് ചെയ്യണം. Then measure the attainment of each program specific learning outcome through direct or indirect assessment. Then comparing the attainment of 3 academic years. This is the proposal of a specific group of authors. Last 3 academic years ile remedial നമ്മുടെ ലേണിംഗ് ഔട്ട്കംസ് എത്രത്തോളം അറ്റൈൻ ചെയ്തു എന്ന് നമ്മൾ നോക്കുകയും
അതനുസരിച്ചുള്ള ആക്ഷൻസ് അവിടെയാണ് ദെൻ അസസ്മെന്റ് ദ പ്രോഗ്രാം എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്. സോറി, അതിനുശേഷം, അതായത് ഈ ഒരു സ്റ്റേജാണ് പറയുന്നത്. നമ്മൾ ഈ അസസ്മെന്റ് നടത്തുന്നത് 3 വർഷം കഴിയുമ്പോൾ, ഐഡിയലി ഒരു 3 വർഷം കഴിയുമ്പോൾ എന്തൊക്കെ ഇംപ്രൂവ്മെന്റ് സ്കോപ്പ്, ആ 3 വർഷത്തെയും ഔട്ട്കം അറ്റൈൻമെന്റ് കമ്പയർ ചെയ്യുകയും അത് അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വി ക്യാൻ ചേഞ്ച് ഇൻ ദ കരിക്കുലം. അതിനാണ് നമ്മൾ ഒരു 3 ഇയർ റിവിഷൻ എന്ന് പറയുന്ന ഒരു പാറ്റേൺ സാധാരണയായി സജസ്റ്റ് ചെയ്യുന്നത്. ഓരോ വർഷം കഴിയുമ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ അസസ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് മാറ്റം ഉണ്ടോ എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റിക്കൊള്ളണം എന്നില്ല. കാരണം അതിൽ കുറെ ഫാക്ടേഴ്സിന്റെ സ്വാധീനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ആഫ്റ്റർ 3 ഇയേഴ്സ്, ഒരു 3 വർഷം കണ്ടിന്യൂസ് ആയി നമ്മൾ ഇത് ചെയ്യുമ്പോൾ അതിൽ നിന്ന് സ്വാഭാവികമായിട്ടും അതിൽ നിന്നുള്ള ഇഷ്യൂസ് ആൻഡ് കൺസ്ട്രെയിൻസ്, ചാലഞ്ചസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അക്കോർഡിംഗ്ലി വി ക്യാൻ ഇംപ്രൂവ് ദ സിസ്റ്റം. ഇതിന്റെ വേറൊരു OBE വേറൊരു ഫ്രെയിം വർക്കാണ് ഈ കൊടുത്തിരിക്കുന്നത്. വാട്ട് എവർ വി ഹാവ് മെൻഷൻ വേറൊരു രീതിയിൽ അതിന് പറയുന്നു. We are planning action, checking it whether it is doing or not, then again act with the remedial things or for improvement. This is the cycle denotes. Planning the assessment, planning the curriculum, planning the outcome. എല്ലാം നടക്കുന്നത് ഈ പ്ലാൻ എന്ന ഏരിയയിലാണ്. Implementing the teaching learning activities. Exactly നമ്മുടെ ക്ലാസ് നടക്കുന്നു. അത് കഴിഞ്ഞ് എൻഡ് ഓഫ് ദ സെമസ്റ്റർ വി ആർ ചെക്കിംഗ് വെദർ ദ planned outcomes are able to achieve through the activities given. Is it there is a in education ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ്, there is a triangular relationship between the outcome, the learning objectives, the learning activities and the assessment. There is a triangular relation. ഇവിടെ നമ്മൾ എന്ത് ഔട്ട്കം എന്ന് പറയുന്നു, അതനുസരിച്ച് ആക്ടിവിറ്റി കൊടുക്കുന്നു, അതനുസരിച്ചുള്ളതാണോ അസസ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നു. Then we are checking whether in assessment whether the given learning activities are sufficient for attaining the outcome. അതാണ് ഈ ഒരു ട്രാൻ. ഇനി ഇംപ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ again we are finding out some of the active strategies for making it very meaningful. Yes, this is another framework I've just mentioned for a clarity, because same thing it is in another, it is another representation. See, this will be helping you. ഓരോ ലെസണിൽ നമ്മൾ ഓരോ ക്ലാസ് എടുക്കുമ്പോഴും അതൊരു സ്പെസിഫിക് ലേണിംഗ് ഔട്ട്കം ഉണ്ടായിരിക്കും. അത് ഓവറോൾ നമ്മുടെ കോഴ്സ് ഔട്ട്കത്തിന്, കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പേപ്പർ ആണ് ഉദ്ദേശിക്കുന്നത്, ഒരു കോഴ്സ് ഔട്ട്കത്തിന് ഇപ്പൊ നിങ്ങൾ ഓരോ സെമസ്റ്ററിലും 4 പേപ്പറോ 3 പേപ്പറോ എങ്കിലും കാണും. കോഴ്സസ് 4 പേപ്പർ മിനിമം ഉണ്ടായിരിക്കും, 16 ക്രെഡിറ്റ് കാണും. ഓരോ കോഴ്സുകളും നമുക്ക് കമ്പൽസറി പേപ്പേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കമ്പൽസറി പേപ്പേഴ്സ് എല്ലാം തന്നെ 4 ക്രെഡിറ്റ് ആയിരിക്കും. ചില ഇലക്റ്റീവ് പേപ്പേഴ്സ് 2 ക്രെഡിറ്റ് ആയിരിക്കും. എക്സ്ട്രാ ഡിപ്പാർട്ട്മെന്റൽ പേപ്പേഴ്സ് 2 ക്രെഡിറ്റ് ആയിരിക്കും. ബാക്കിയുള്ളതിന് തന്നെ 4 ക്രെഡിറ്റ് ആയിരിക്കും. അപ്പൊ ഓരോ കോഴ്സിനും ഓരോ പേപ്പറിനും നമുക്ക് 4 ക്രെഡിറ്റ് എങ്കിലും ഉണ്ട്. അതിന്റെ ഔട്ട്കം ഡിവൈഡ് ചെയ്ത് ഓരോ ലെസൺസ്, ഇപ്പൊ നമുക്ക് ഒരു കോഴ്സ് തീരാൻ എനിക്ക് 40 ക്ലാസ് എടുക്കണമെങ്കിൽ 40 ലെസൺസ് ആയിട്ടാണ് ഞാൻ അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ആ ലെസണിലൂടെ എനിക്ക് ടോട്ടൽ ആയിട്ടുള്ള കോഴ്സിന്റെ ഔട്ട്കം എന്താണെന്ന് ഐ എം ജസ്റ്റ് ട്രൈങ് ടു ensure that this outcome is attained, the other outcome is attained, the other outcome is attained. ഇങ്ങനെ ഞാൻ എൻ്റെ as a teacher, as an instructor, as a tutor, I have to take into account the learning outcomes specifically to the course, specifically to that lesson, specifically to that course. അപ്പോഴാണ് എനിക്ക് ആ ഒരു കോഴ്സ്, ഇപ്പൊ ഞാൻ ആദ്യം പറയാൻ, ഇപ്പൊ ലിറ്ററേച്ചറിൽ വരുന്ന പ്രയോഗങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം എനിക്കുണ്ടെങ്കിൽ, അതിനനുസരിച്ച് ഒരു കണ്ടന്റ് ആണെങ്കിൽ ആ ഒരു ലെസണിൽ ഞാൻ ആ ഒരു ഒബ്ജക്റ്റീവ്, ആ ഒരു ഔട്ട്കം സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഐ ഹാവ് ടു ഗീവ് എൻ അസൈൻമെന്റ് റിലേറ്റഡ് ടു ദാറ്റ്. അപ്പോഴാണ് ലെസൺ ഔട്ട്കം പ്രോപ്പർ ആവുന്നത്. ദെൻ ലെസൺ ഔട്ട്കം പ്രോപ്പർ ആവുമ്പോൾ അത് കോഴ്സ് ഔട്ട്കത്തിന് സ്വാധീനിക്കുന്നു. Once you are able to analyze or critically evaluate the contribution of a literary person, definitely, or a person or figure, definitely it is your program outcome. അറബിക് ലാംഗ്വേജ് പഠിക്കുന്നതിലൂടെ ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു സംഭവത്തില് നിങ്ങൾക്ക് ഗ്രാഹ്യം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമാണെങ്കിൽ, ഈ ആക്ടിവിറ്റിയിലൂടെയാണ് നിങ്ങൾ അത് നേടുന്നത്. അതിലൂടെ നിങ്ങൾ ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, ഇതെല്ലാം തന്നെയുള്ള നമ്മുടെ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ്, അതാണ് ഡിഗ്രി ലെവൽ ഔട്ട്കം എന്ന് പറയുന്നത്, ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു.
സോ നമ്മള് ഇതൊരു ടോട്ടാലിറ്റിയിലേക്ക് നമ്മള് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കഥയിലൊക്കെ പറയുന്ന പോലെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴികളാണ്. നമ്മൾ ശരിക്കും എക്സാക്ട്ലി ലേണിംഗ് ഔട്ട്കം പഠിക്കാൻ നമുക്ക് ചില കുട്ടികൾ വലിയവരെ കളിക്കുന്ന ഗെയിംസ് നോക്കിയാൽ മതി. ഈ ഗെയിംസ് എന്ന് പറയുന്നത് നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാവും. ആ ടാർഗറ്റ് ഫോർ എക്സാമ്പിൾ ഒരു ട്രഷർ ഹണ്ട് എന്ന് പറയുന്ന ഗെയിംസ് കുറെ ഉണ്ട് നമുക്ക്. ഈ ട്രഷർ ഹണ്ട് ഗെയിംസ് എന്താണ്? ഫൈനലി ഒരു ട്രഷർ ഉണ്ടായിരിക്കും ഒരു സ്ഥലത്ത്. അത് എടുക്കണമെങ്കിൽ ദർ ആർ ലോട്ട്സ് ഓഫ് ഹർഡിൽസസ്. നേരിട്ട് എനിക്ക് പോയി ആ ട്രഷർ എടുക്കാൻ പറ്റുമോ? ഇല്ല, ഒരു വഴിയുണ്ട്. അതാണ് നമ്മുടെ ഈ ഔട്ട്കം എന്ന് പറയുന്നത്. ഞാൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോ ക്ലാസ്സും എനിക്ക് വിലപ്പെട്ടതാണ്. ഒരു ക്ലാസ്സിൽ ഒരു കാര്യത്തെ കുറിച്ച് പറയും, അത് ക്ലിയർ ആയി കഴിഞ്ഞാലാണ് എനിക്ക് പൂർണ്ണമായിട്ടും ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ആ ഒരു സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിലൂടെ എനിക്ക് അറബിക് MA പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാനും അതിന്റെ ഡിസൈർഡ് ഔട്ട്കം നേടാനും എനിക്ക് പറ്റുന്നു. ദാറ്റ് ഈസ് വൈ ആസ് എ ഗ്രാജുവേറ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റി ഐ എം അറ്റൈനിങ് ദാറ്റ് കംപ്ലീറ്റ്ലി. ഒരു യൂണിവേഴ്സിറ്റി ബിരുദം എനിക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അതിൽ എന്നിൽ ലക്ഷ്യമാക്കിയിട്ടുള്ള ചില ഔട്ട്കം ഞാൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന അങ്ങനെ ആ ഒരു പ്രോസസ് നമ്മൾ ആലോചിച്ചാൽ മതി. സോ മൈ പോയിന്റ് ഈസ് ദാറ്റ് എവ്രിതിങ് ഈസ് ക്ലിയർലി എക്സ്പ്ലെയിൻഡ് ആൻഡ് ഇറ്റ് ഈസ് വെരി സ്പെസിഫിക്. ഇത് ഞാൻ മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഐ ഡോണ്ട് വാണ്ട് ടു എക്സ്പ്ലെയിൻ ഇറ്റ് ബിക്കോസ് ഇത് എഡ്യൂക്കേഷനിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷനിലെ പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കം എന്താണെന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. അറബിക് ലാംഗ്വേജ് MA അറബിക്കിലെ ഞങ്ങളുടെ PG പ്രോഗ്രാമിന്റെ പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കം ആണ്. അപ്പൊ നിങ്ങളുടെ കരിക്കുലത്തില് പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കം കാണും. അപ്പൊ നോക്കുക, ഞങ്ങളുടെ ഔട്ട്കം ആണ് ഡെവലപ്പ് പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ്, വാല്യൂസ്, ഇൻട്രസ്റ്റ് നീഡഡ് ടു ഫംഗ്ഷൻ ആസ് എ ടീച്ചർ എഡ്യൂക്കേറ്റർ. ഫിഫ്ത്ത് നോക്കുക, ഗെയിൻ ഇൻസൈറ്റ് ആൻഡ് റിഫ്ലക്ട് ഓൺ കൺസെപ്റ്റ് ആൻഡ് സ്റ്റാറ്റസ് ഓഫ് പ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ. അക്വൈന്റഡ് വിത്ത് ദ കണ്ടന്റ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് പ്രീ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ. അപ്പൊ ഈ ഒരു MEd പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു കുട്ടിക്ക് സ്പെസിഫിക് ആയി ഉണ്ടായിരിക്കേണ്ട, പ്രോഗ്രാം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കുട്ടിയിൽ ഉണ്ടായിരിക്കേണ്ട, പ്രകടമാവേണ്ട ചില കാര്യങ്ങളാണ്. അപ്പൊ നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസ് ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റില്ല. കാരണം എനിക്ക് വാല്യൂസ് കിട്ടുന്നത് എങ്ങനെയാണ്? ഓരോ വാല്യൂ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുമ്പോഴാണ്, ആ തരത്തിലുള്ള കോഴ്സുകൾ ഞാൻ കേൾക്കുമ്പോഴാണ്, എനിക്ക് ടീച്ചേഴ്സിന്റെ അടുത്ത് ഇടപഴകുമ്പോഴാണ് എനിക്ക് വാല്യൂസ് കിട്ടുന്നത്. ഓരോ ഇവന്റുകൾ പങ്കെടുക്കുമ്പോഴാണ് ചില മാനേഴ്സ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെ ഒരു ഓർഗനൈസേഷൻ, എങ്ങനെ ഒരു പ്രീ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സെഷൻ ഞാൻ അറ്റൻഡ് ചെയ്യണം. സോ ഓരോ സെഗ്മെന്റും എനിക്ക് വിലപ്പെട്ടതാണ് എന്നുള്ള ഒരു ബോധം നമുക്കപ്പം ഫീൽ ചെയ്യും. സോ ഐ എം നോട്ട് റീഡിങ് ദിസ് ബിക്കോസ് ദിസ് ഈസ് ഓഫ് MEd program. I am requesting all of you to read the program specific outcome of your curriculum. നിങ്ങൾക്ക് കരിക്കുലം കിട്ടിക്കാണും. ഇനി കിട്ടിയിട്ടില്ലെങ്കിലും നമ്മുടെ css.keralauniversity.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ, CSSന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രോഗ്രാം ഔട്ട്കം കാണും. നിങ്ങൾക്ക് അത് കമ്പയർ ചെയ്ത് നോക്കാം. ഒരു മോഡലായിട്ട് നിങ്ങൾക്ക് നോക്കുന്നതിനും സഹായകമാവും. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഇനി OBEയുടെ ചില നമ്മൾ ഇതിനെ കുറിച്ചുള്ള കുറെ തിയറിറ്റിക്കൽ സാധനങ്ങൾ അതിൽ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. കം ടു ദ സ്പെസിഫിക്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത് വി ഹാവ് ടു സ്റ്റേറ്റ് ഇറ്റ് പ്രോപ്പർലി. അത് നമ്മുടെ യൂണിവേഴ്സിറ്റി, ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും യൂണിവേഴ്സിറ്റി സക്സസ്ഫുൾ, എന്താണ് നിങ്ങളുടെ ലേണിംഗ് ഔട്ട്കം എന്ന് കൃത്യമായി നിങ്ങളുടെ കരിക്കുലത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് വിത്ത് സ്റ്റാഫ്, സ്റ്റുഡൻസ് ആൻഡ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്തിനാണ് ഞാൻ ഇവിടെ MA പ്രോഗ്രാം പഠിക്കാൻ വരുന്നത്. നിങ്ങളത് വായിച്ചിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ വി ഹാവ് ടു അഡോപ്റ്റ് ദ സ്ട്രാറ്റജീസ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തു, 3 day 4 day ഇൻഡക്ഷൻ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തു, കളർഫുൾ ആയിട്ടുള്ള ഇവന്റ്സ് നിങ്ങൾക്ക് ഓർഗനൈസ് ചെയ്യുന്നു, വെബിനാറുകൾ ഓർഗനൈസ് ചെയ്യുന്നു, ഇന്റർനാഷണൽ സ്പീക്കേഴ്സിനെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കുന്നു, റൈറ്റിംഗ് കോമ്പറ്റീഷൻ വെക്കുന്നു, NTA നെറ്റ് എക്സാമിനേഷന് കോച്ചിങ് നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്നു. എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്? ബിക്കോസ് ദർ ആർ സം ഔട്ട്കംസ്. നിങ്ങളൊരു പ്രൊഫഷണൽ ആവണം, നിങ്ങളൊരു ഹയർ എഡ്യൂക്കേഷനിൽ ഒരു ടീച്ചിങ് ലെവലിൽ ഏബിൾ ആയിട്ടുള്ള ഒരു കുട്ടികളാവണം. നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ മേഖലയിലേക്ക് ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് പോകാൻ നിങ്ങൾ പ്രാപ്തരാവണം.
പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പ്രാപ്തരാവണം, ലിറ്ററേച്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് അവബോധം ഉണ്ടാവണം, അറബിക് ഹിസ്റ്ററി ഓഫ് അറബിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, ഡെവലപ്മെന്റ് ഓഫ് അറബിക് ലാംഗ്വേജ്, ഗ്രാമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ഓഫ് അറബിക്, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുക എന്നുള്ളത് നിങ്ങളുടെ ഔട്ട്കംസ് ആണ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക, അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജീസ് കൊണ്ടുവരിക, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഡിപ്പാർട്ട്മെന്റിൽ അറേഞ്ച് ചെയ്യുക. ഇതൊക്കെയാണ്. അതനുസരിച്ച് നമ്മൾ കോഴ്സ് കണ്ടന്റ് സ്ട്രക്ചർ ചെയ്യുക. കോഴ്സ് കണ്ടന്റ് സ്ട്രക്ചർ ചെയ്യുമ്പോൾ പലപ്പോഴും വളരെ വേഗമായിട്ടുള്ള ചില കാര്യങ്ങൾ കാണാം. പക്ഷെ നമ്മൾ എപ്പോഴും കോഴ്സ് കണ്ടന്റ് സ്ട്രക്ചർ ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കോംപ്ലക്സ് ആയുള്ള സബ്ജക്ട് നമ്മൾ ലേറ്റർ പഠിക്കുന്നത്. ആദ്യം നമുക്ക് വളരെ സിമ്പിൾ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വരുമ്പോൾ കുറെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഓക്കെ ഇതൊക്കെ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചതാണല്ലോ, അപ്പൊ എനിക്ക് വളരെ സിമ്പിൾ ആയി തോന്നും. നമ്മൾ എപ്പോഴും പറയാറ്, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ പറയാറ്, വി ഹാവ് ടു ബിഗിൻ ഫ്രം ദ നോൺ ടു അൺനോൺ, അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് പോകണം, സിമ്പിൾ ടു കോംപ്ലക്സ്. അപ്പോഴാണ് നമ്മൾ ഒരു മോട്ടിവേഷൻ ജനറേറ്റ് ചെയ്യുന്നത്, ഒരു ക്യൂരിയോസിറ്റി ഓഫ് ലേണിംഗ്. നമ്മൾ അറിയുന്ന കാര്യം എനിക്കിത് അറിയാമെന്ന് പറയുമ്പോൾ കുട്ടി ദ സ്റ്റുഡന്റ് വിൽ ബി ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ്. അങ്ങനെ നമ്മൾ അതിൽ നിന്നും വി ആർ ജസ്റ്റ് ടേക്കിംഗ് ടു ദ അൺനോൺ തിങ്സ്. കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നും അബ്സ്ട്രാക്റ്റിലേക്ക് നമ്മൾ പോകുന്നു. നോൺ ടു അൺനോൺ, സിമ്പിൾ ടു കോംപ്ലക്സ്, നിയർ ടു റിമോട്ട്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ടീച്ചിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് പറയാം. അപ്പൊ അതനുസരിച്ചുള്ള ഒബ്ജക്റ്റീവ്സും ആ ഔട്ട്കം അനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊടുക്കുമ്പോൾ, ആ കണ്ടന്റ് അതനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഈസിയർ ടു ദ സ്റ്റുഡൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദാൻ ഇറ്റ് വാസ് അൺസ്ട്രക്ചർഡ്. അപ്പൊ ആ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. ഇതാണ് ഇതിൽ മേജർ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അതനുസരിച്ച് അസസ്മെന്റ്, പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ എൻവയോൺമെന്റ് നമ്മൾ കൊടുക്കണമെന്നും നമ്മൾ ഉറപ്പായിട്ടും നിങ്ങളൊരു ടീച്ചർ ആകുമ്പോൾ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ പ്രോഗ്രാം യു മേ ഹാവ് യുവർ ഓൺ ഗോൾസ്. പലർക്കും പല ഗോൾസ് ആയിരിക്കും. ചിലർക്ക് ഏതെങ്കിലും ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ അറബിക് ഇന്റർപ്രറ്റർ ആയിട്ട് പോകാനായിരിക്കും, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ആയിരിക്കും, ലീഗൽ അസിസ്റ്റന്റ് ആയിട്ട് പോകാനായിരിക്കും, ചിലപ്പം വേറെ ഗൾഫ് റീജിയണിൽ ജോലി ചെയ്യാനായിരിക്കും ചിലപ്പോൾ താല്പര്യപ്പെടുന്നത്. ഹയർ എഡ്യൂക്കേഷൻ, സ്കൂൾ എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള സെഗ്മെന്റ് ആയിരിക്കും. ചില പ്രൈവറ്റ് കമ്പനിയിൽ ഇൻഡസ്ട്രീസിൽ ജോയിൻ ചെയ്തുകൊണ്ട് ലാംഗ്വേജ് ട്രെയിനിങ് കൊടുക്കാനായിരിക്കും ചിലപ്പോൾ താല്പര്യം, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ലാംഗ്വേജ് റിലേറ്റഡ് ഡിവൈസ്, ഒരു ടെക്നോളജി ഡിവൈസ് ഡെവലപ്പ് ചെയ്യാനായിരിക്കും. പലർക്കും പല ആവശ്യങ്ങളും പല ചിന്തകളും പല ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ആയിരിക്കും. എന്താണെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു എൻവയോൺമെന്റ് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ അങ്ങനെയുള്ള ഇരിക്കുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള കുട്ടികളുടെ ഡൈവേഴ്സ് വ്യൂ പോയിന്റിന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചുള്ള ഒരു സെറ്റപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരുക്കി കൊടുക്കണം എന്നുള്ളത് നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്. അതിന്റെ ഒരു അരയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഇൻ ദ ഇൻക്രീസിങ് കോംപ്ലക്സിറ്റിയുള്ള ഓർഡർ. ഇതാണ് ഇറ്റ് ഈസ് ഇൻ എ ഹയറാർക്കി. ഏർലിയർ ഇറ്റ് വാസ് ദിസ് ഇസ് ദ റിവൈസ്ഡ് ഫോം ഓഫ് ബ്ലൂംസ്. റിമെമ്പറിംഗ് ലെവലില് നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് വളരെ ഒരു പെരിഫറൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതിയായിരിക്കും. വളരെ ഡെപ്ത് ആയിട്ട് ഒരു കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടാത്ത രീതി വരും. അതിനെയാണ് നമ്മൾ റിമെമ്പറിംഗ് ലെവൽ. നേരത്തെ ഞാൻ പറഞ്ഞ ഒരിക്കലും ഇപ്പം ഇന്ത്യയുടെ തലസ്ഥാനം ഏത്, പാകിസ്ഥാന്റെ തലസ്ഥാനം ഏത്, ബംഗ്ലാദേശിന്റെ തലസ്ഥാനം ഏത്, ഇങ്ങനെ നമ്മൾ ഒരു ക്യാപിറ്റൽ പഠിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 7 വണ്ടേഴ്സ് ഓഫ് വേൾഡ്, ഇതൊക്കെ ഒരു കുട്ടിയിലേക്ക് പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു റിമെമ്പറിങ്, അത് റെക്കഗ്നൈസ് ചെയ്യുക അല്ലെങ്കിൽ അത് ഓർത്തെടുക്കുക എന്നുള്ളതിനപ്പുറം പ്രത്യേകിച്ചൊന്നുമില്ല നമുക്ക്. ദാറ്റ് ഈസ് എ വെരി ബേസിക് ലെവൽ ലേണിംഗ്. കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഒരു തറോ നോളജ് കുട്ടികൾക്ക് കൊടുക്കണം. ആ ഒരു കൊഗ്നിറ്റീവ്, നമ്മുടെ ഒരു ചിന്താമണ്ഡലത്തിലെ ആ ഒരു തലത്തിൽ നമ്മൾ പഠനം സാധ്യമാക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒന്നാണ്. ആ ഒരു ലെവലിനെയാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് ബ്ലൂംസ് ടാക്സോണമിയിൽ പറയുന്നത്. ഈ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് സീ ദിസ് ഈസ് ദ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. We are able to interpret, exemplifying, classifying, summarizing. ഇതെല്ലാം വരുന്നത് അണ്ടർസ്റ്റാൻഡിങ് ലെവലിലാണ്. അപ്പൊ നമ്മൾ വളരെ കൃത്യമായി ഒരു കാര്യം ഡിഫൈൻ ചെയ്യുന്നപ്പോഴാണ്, ഒരു കാര്യം നിങ്ങളുടെ ഭാഷയിൽ ഡിഫൈൻ ചെയ്യാൻ പറയുന്നപ്പോഴാണ് നിങ്ങൾ കാര്യം മനസ്സിലാക്കിയിട്ട്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ഔട്ട്കം ബേസ്ഡ് ലേണിംഗ്? അപ്പൊ നിങ്ങൾ
ഔട്ട്കം ബേസ്ഡ് ലേണിംഗ് എന്താണെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിങ്ങളുടേതായ ഭാഷയിൽ അതിനെ എഴുതുന്ന ഒരു ഇത് വരും. അതാണ് ഓൺ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ലെവലില് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്ലൈയിങ് ഒരു പുതിയ സിറ്റുവേഷനിൽ യൂസിങ് ദ നോളജ് ഗെയിൻഡ് വി ആർ അപ്ലൈയിങ് ഇൻ എ ന്യൂ സിറ്റുവേഷൻ. നമുക്ക് കിട്ടിയ അറിവിനെ പുതിയൊരു രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മളൊരു പ്രയോഗങ്ങൾ മനസ്സിലാക്കുന്നു, കോൺവെർസേഷൻസ് കേട്ട് പല പ്രയോഗങ്ങൾ മനസ്സിലാക്കുന്നു. അടുത്ത് സിമിലർ കൈൻഡ് ഓഫ് സിറ്റുവേഷൻ വരുമ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ അത് അപ്ലൈ ചെയ്യുന്നു. അപ്ലൈയിങ് ഇൻ എ ഫെമിലിയർ സിറ്റുവേഷൻ ഓർ ഇൻ എ ഡിഫറെന്റ് സിറ്റുവേഷൻ. അതാണ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അനലൈസിങ് കുറച്ചും കൂടെ ഹയർ ലെവലിൽ വരുമ്പോൾ അനലൈസിങ്, ദെൻ ഇവാലുവേറ്റിംഗ്, ക്രിയേറ്റിംഗ്. ക്രിയേറ്റിംഗ് എന്ന് പറയുന്നത് പുട്ടിങ് ഇൻഫർമേഷൻ ടുഗദർ ഇൻ ആൻ ഇന്നോവേറ്റീവ്, ഒരു പുതിയ രീതിയിൽ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ ഇന്നോവേഷൻസ് വരുമ്പോഴാണ് അതിനെ ക്രിയേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു റൈറ്റപ്പ് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി. അപ്പൊ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ അപ്ലൈ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലെ ഒരു ലേണിംഗ് ഔട്ട്കം ആണ് നിങ്ങളുടെ ഒരു പേപ്പറിനെ എഴുതി വെച്ചിരിക്കുന്നത് എങ്കിൽ അത് വളരെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പഠിക്കാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അതിനെ ഇൻഡെപ്ത് ആയിട്ട് അതിന് ഏത് തരത്തിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും അതിനെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോഴേ നമുക്ക് ആ ഒരു തരത്തിൽ അത് കിട്ടുന്നുള്ളൂ. അപ്പൊ അതിന്റെ ഒരു സംഭവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റിമെമ്പർ, ഇനീഷ്യലി നമ്മൾ ചെയ്യുന്ന, അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന, സാധാരണ നമ്മുടെ സിലബസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ റെക്കഗ്നൈസ്, റീകോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അണ്ടർസ്റ്റാൻഡിൽ വരുന്നത് നമുക്ക് ഡിഫൈൻ ഇൻ യുവർ ഓൺ ലാംഗ്വേജ്, കമ്പയർ സംതിങ്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. ഇപ്പൊ ഇംറുൽ ഖൈസിനെയും വേറൊരു കവിയെയും നിങ്ങൾ കമ്പയർ ചെയ്യുന്നു. കമ്പാരിസൺ ഇൻ ടേംസ് ഓഫ് ദ തീം. അപ്പൊ തീമിനെ കമ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ അപ്പൊ നിങ്ങൾ ഇംറുൽ ഖൈസിനെ കുറിച്ച് അല്ലെങ്കിൽ വേറെ ഒരു കവിയെ കുറിച്ച് നിങ്ങൾക്ക് പിന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു നോളജ് ഉണ്ടെങ്കിലേ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നു. അപ്ലൈ എന്ന് പറയുമ്പോഴേ നിങ്ങൾ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു, ഒരു ആക്ഷൻ ഇംപ്ലിമെന്റേഷൻ പാർട്ടാണ് അതിൽ വരുന്നത്. അനലൈസ് വേറെ ഒന്ന് പറഞ്ഞു, അനലൈസ്. അപ്പൊ നമ്മൾ ക്രിട്ടിക്കലി ഇവാലുവേറ്റ്, നമ്മൾ വളരെ കൃത്യമായ അതിന്റെ ചില വ്യൂ പോയിന്റ് വെച്ചുകൊണ്ട് അതിനെ ക്രിട്ടിക്കലി നമ്മൾ അതിനെ കമന്റ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് ഡിഫറൻഷിയേറ്റിന്റെ വേറൊരു സെഗ്മെന്റ് ഇതിൽ വരുന്നുണ്ട്. സിമ്പിൾ കമ്പാരിസൺ അല്ല, ഡിഫറൻഷിയേഷൻ, കൃത്യമായ വേർതിരിച്ച് കാണിക്കുന്നു. ഒരു ഏകകം ഉപയോഗിച്ച്, ഒരു യൂണിറ്റ് ഉപയോഗിച്ച് എന്തൊക്കെയാണ് ഇവരുടെ, ഇപ്പം നമ്മള് പിന്നെ കാവ്യഭംഗി നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ കാവ്യഭംഗിയെ താരതമ്യം ചെയ്യുന്നു. ചില പ്രത്യേക ഒരു ഏകകത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് പ്രത്യേക കവികളുടെ കാവ്യഭംഗിയെയാണ് നിങ്ങൾ താരതമ്യം ചെയ്യുന്നത്. അതിലെ പ്രയോഗങ്ങളെയൊക്കെയാണ് താരതമ്യം ചെയ്യുന്നത്. ഓക്കെ, ആ രീതിയിൽ വരുമ്പോൾ അത് അനലൈസ് ആണ്. അപ്പൊ അതിന് എഴുതുന്ന ചോദ്യങ്ങൾ ആ ഒരു തരത്തിലുള്ള ഉത്തരങ്ങളായിരിക്കണം. അല്ലാതെ നമ്മൾ വെറുതെ ഫാക്ച്വൽ ഇൻഫർമേഷൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്ന ആളുകൾ ആ രീതിയിൽ അതിനെ കൺസിഡർ ചെയ്തു കൊള്ളണമെന്നില്ല. ഇനി ഇവാലുവേറ്റ് ലെവൽ വരുമ്പോൾ വളരെ ക്രിട്ടിക്കൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവാലുവേഷൻ ലെവലിൽ ചില കാര്യങ്ങൾ വരും. ഡു യു എഗ്രി? ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് വരും. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം, പ്രോഫറ്റിക് പീരിയഡ്, ദ പോയട്രി ഡ്യൂറിംഗ് ദ പ്രോഫറ്റിക് പീരിയഡ് വാസ് എക്സെപ്ഷണൽ ഇൻ ഇറ്റ്സ് നേച്ചർ. കമന്റ് ഇങ്ങനെ വന്നു. പ്രോഫറ്റിക് പീരിയഡിൽ ഉള്ള ഈ ഒരു കവിതാ ശാഖ അല്ലെങ്കിൽ ഒരു പോയട്രി എന്ന് പറയുന്നത് വളരെ എക്സെപ്ഷണൽ ആയിരുന്നു എന്നൊരു കോട്ട് തന്നു നിങ്ങൾക്ക്. കമന്റ്. അപ്പൊ നമ്മൾ കമന്റ് ചെയ്യുന്നത് യെസ് ഓർ നോ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കമന്റ് എന്ന് പറയുമ്പോൾ യെസ് ഐ അഗ്രി ടു ദ സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ നോ ഐ ഡോണ്ട് അഗ്രി ടു ദ സ്റ്റേറ്റ്മെന്റ്. കാരണം നേരത്തെ വേറൊരു പീരിയഡിൽ വന്നപ്പോഴേ അല്ലെങ്കിൽ പ്രോഫറ്റിക് പീരിയഡിന്റെ മുന്നുള്ള പീരിയഡിൽ വളരെ ഭംഗിയായിട്ട് കവിതകൾ എഴുതിയിരുന്നു എന്നും അതുകൊണ്ട് ഇതിനെ എക്സെപ്ഷണൽ ആണെന്ന് പറയാൻ എനിക്ക് നിർവാഹമില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത് എന്റെ ആൻസർ ആണ്. അവിടെ ശരിയുത്തരമല്ല. നമ്മൾ എത്രത്തോളം ആ ഒരു കവിതയെയും അല്ലെങ്കിൽ ഒരു പോയട്രിയെയും നിരൂപണം ചെയ്ത് അതിനെ ക്രിട്ടിക്കലായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ അതിനാണ് നിങ്ങൾക്ക് മാർക്ക് തരുന്നത്. അല്ലാതെ നിങ്ങൾ എസ് എഴുതിയ മാർക്ക്, എസ് എഴുതാത്തവർക്ക് ഒന്നും മാർക്കില്ല എന്നുള്ളതല്ല. നിങ്ങളുടെ ആശയങ്ങളെ എന്തുകൊണ്ട് നിങ്ങൾ അതിനെ അനുകൂലിച്ചു, നിങ്ങൾ ഈ ഒരു പ്രസ്താവനയോട് എന്തുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ആൻസർ അല്ല. നോ ഐ ഡോണ്ട് അഗ്രി ടു ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ദ പോയട്രി ഡ്യൂറിംഗ് ദിസ് പീരിയഡ് ഈസ് എക്സെപ്ഷണൽ.
ചിലർ പറയും യെസ് എക്സെപ്ഷണൽ ആണ്, കാരണം ഇന്ന കവികളുണ്ട്, അവരുടെ ഇന്ന കവിതകളുണ്ട്, അതിന് ഇന്ന പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഇത്ര ആളുകൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, ഇത്രയും ഏരിയയിൽ അവരെ കുറിച്ചുള്ള സെന്റേഴ്സ് ഓഫ് എക്സലൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള ആ ഒരു കവിയുടെ പേരിൽ സെന്റർ ഓഫ് എക്സലൻസ് അല്ലെങ്കിൽ സെന്റേഴ്സ് ഓഫ് റിസർച്ച് നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പീരീഡിലെ കവിത എക്സെപ്ഷണൽ ആണെന്ന് ഞാൻ സമർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്താണ്, ചിലപ്പം ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ പറയാണ്, ഞാൻ പറയുന്നത് ഇതിന് മുന്നേ ഉള്ള പ്രോഫിറ്റ് വരുന്നതിന് മുന്നേ ഉള്ള പീരീഡിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് പീരീഡിന് ശേഷമുള്ള പീരീഡിൽ ഇന്ന കവികൾ എന്ന് പറയുന്നത് അവര് എക്സെപ്ഷണൽ ആണ്, അവരെ കുറിച്ച് നന്നായി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, അവരുടെ കവിതയിൽ സമകാലിക സംഭവങ്ങൾ ഇത്രയും കൂടുതലായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ സമർത്ഥിച്ചിട്ട് പറയാണ് പ്രോഫറ്റിക് പീരീഡ് വാസ് നോട്ട് എക്സെപ്ഷണൽ, ഇറ്റ് വാസ് ഗുഡ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് എക്സെപ്ഷണൽ. അപ്പൊ ഞാനതിനെ ക്രിട്ടിക്കലായിട്ട് എതിർത്താണ് പറയുന്നത്. ഈ രീതിയിലാണ് നമ്മുടെ ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ആ തരത്തിൽ നമ്മൾ അതിനെ ചെയ്യണം. ക്രിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ജനറേഷൻ ഓഫ് ഐഡിയാസ് ആണ്. ക്രിയേറ്റിംഗ് സംതിങ്, ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, ഡിസൈൻ എ ഡയഗ്രാം, ഡിസൈൻ സംതിങ്, നിങ്ങളൊരു ആക്ടിവിറ്റി പ്ലാൻ ചെയ്യുന്നു, അതൊക്കെ നമ്മൾ ക്രിയേഷൻ ആണ്. നിങ്ങൾ ഇപ്പം ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കാൻ പറയുന്നു. How do you plan as a student of the Arabic language and literature? What are the plans of develop a 1-month plan to improve the language learning process of schools of Kerala. കേരളത്തിലെ സ്കൂളുകളിലെ ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ്സ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതി തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ക്രിയേഷൻ. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഏത് മെത്തേഡ് ഉപയോഗിക്കണം, ഏത് തരത്തിൽ കൊടുക്കണം, അവർക്ക് വീഡിയോ റെക്കോർഡിംഗ് കൊടുക്കണോ, ഓഡിയോസ് കൊടുക്കണോ, അല്ല ഇരുത്തി ക്ലാസ് എടുക്കണോ, ഏത് തരത്തിലൊക്കെ ഞാനത് ചെയ്യും എന്നുള്ള പല ലെവൽ, അതിന്റെ പ്ലാനിങ്, അതിന്റെ ഒബ്ജക്റ്റീവ്, അതിന്റെ ഔട്ട്കം, അതിന്റെ ടീച്ചിങ് ലേണിംഗ് മോഡാലിറ്റീസ്, അതിലുപയോഗിക്കുന്ന ടെക്നോളജി, അതിൽ നിങ്ങളെ അസസ് ചെയ്യുന്ന രീതികൾ, അങ്ങനെയൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ക്രിയേഷൻ. അതാണ് അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ബ്ലൂംസ് ടാക്സോണമിയിലെ ടോപ്പ് മോസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോ ഈ ലെവലിൽ എത്തുമ്പോഴാണ് പലപ്പോഴും ലാംഗ്വേജിൽ ഇവാലുവേഷനും ക്രിയേഷനിലും നമ്മൾ എത്തി നിൽക്കുമ്പോഴാണ് ലാംഗ്വേജിന്റെ അന്തസ്സത്തെ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇന്റർണലൈസ് ചെയ്യുന്നത്. ശരിക്കും when we are having the capacity of developing something as one on, when we are critically able to evaluate something, അപ്പോഴാണ് നമ്മൾ അതിലേക്കൊക്കെ പോകുന്നത്. ഈ സബ്ജക്ട് ഫോക്കസ് ലേണിംഗ് ഇത് ഞാൻ ഒരു വെബ്സൈറ്റിൽ നിന്ന് എടുത്തതാണ്. See whether it is exactly ഒരു വെബ്സൈറ്റ് ഞാൻ എടുത്തതാണ്. ലിസണിങ് എന്ന് പറയുന്നത് എൻ്റെ ആസ് എ ലാംഗ്വേജ് സ്കിൽ, ലിസണിങ് ഈസ് വൺ ഓഫ് ദ സ്കിൽസ്. അപ്പൊ ഐ ക്യാൻ റെക്കഗ്നൈസ് വേർഡ്സ്, ഫ്രേസസ് ആൻഡ് സിമ്പിൾ സെന്റൻസസ് ഇൻ സ്പോക്കൺ അറബിക്. സ്പോക്കൺ അറബിക്കില് ഞാൻ ലിസണിങ്ങില് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. വളരെ സിമ്പിൾ. ഐ ക്യാൻ ഐഡന്റിഫൈ ആൻഡ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സിമിലർ സൗണ്ടിങ് ഫൊണീംസിനെ, സിമിലർ സൗണ്ടിലുള്ള ഫൊണീംസിനെ തിരിച്ചറിയാൻ പറ്റും. ഇതൊരു കൈൻഡ് ഓഫ് ഔട്ട്കം ആണ് പറയുന്നത്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഫോളോ ഷോർട്ട് ആൻഡ് സിമ്പിൾ ഡയറക്ഷൻസ്. അപ്പോ എനിക്ക് ലിസണിങ്, അപ്പൊ ചെറിയ ചെറിയ കമാൻഡ്സ് ഒക്കെ ക്ലാസ് റൂമിൽ ചെറിയ രീതിയിൽ അറബിക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഐ ക്യാൻ റെക്കഗ്നൈസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് സ്പോക്കൺ ടെക്സ്റ്റ്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് നമ്പേഴ്സ് ആൻഡ് ദെയർ യൂസ് ഇൻ ദ കോണ്ടെക്സ്റ്റ്. I can listen to and understand the names of colors and shapes. I can find correct answers to question. I can understand simple and specific instruction. ഇതിൽ കുറെ റീകോൾ, കുറെ മിനിമം ലെവലിലുള്ള സംഭവമാണ് തന്നിരിക്കുന്നത്. സ്പീക്കിംഗ് ലെവൽ, I can use simple words and phrases to communicate about everyday situation. ഇവിടെ വളരെ സ്പെസിഫിക് ആണ്. എനിക്ക് ഈ കുട്ടിക്ക്, അതായത് ഒരു സ്റ്റുഡന്റിന് സിമ്പിൾ വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എവരിഡേ സിറ്റുവേഷൻ കഴിയും. അപ്പൊ നമ്മൾ ആ രീതിയിലുള്ള സിറ്റുവേഷൻസ് കൊടുക്കണം. എങ്ങനെ ഡേ ടു ഡേ, ഇപ്പൊ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കിൽ ഒരു പ്രോഗ്രാം, ഒരു കോഴ്സ് നടത്തുന്നുണ്ട്. ഈ കോഴ്സിൽ കൊടുക്കുന്ന കമ്മ്യൂണിക്കേറ്റീവ് അറബിക് ആണെങ്കിൽ അതിൽ തിയറി മാത്രം പഠിപ്പിക്കാതെ കമ്മ്യൂണിക്കേഷന് സമയം കൊടുക്കണം. അങ്ങനെ ആയിരിക്കും അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ രീതിയിലാണ് അത് റൺ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത് നോക്കിക്കഴിഞ്ഞാൽ, അതിന്റെ ലേ ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ സിറ്റുവേഷൻ, ഇപ്പൊ നിങ്ങളൊരു ഹോട്ടലിൽ പോയപ്പോ അവിടെ സിറ്റുവേഷൻ, യു ആർ സിറ്റിംഗ് വിത്ത് യുവർ പാരന്റ്സ്, റൈറ്റ് എ കോൺവെർസേഷൻ ഓർ ബിൽഡ് എ കോൺവെർസേഷൻ. അല്ലെങ്കിൽ രണ്ടുപേര് ഇരിക്കുന്നു, അവർ തമ്മിൽ രണ്ട് റോള് കൊടുത്തിട്ട് അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളെ സിസ്റ്ററെ കാണുന്നു. അപ്പൊ ആഫ്റ്റർ ലോങ് ടൈം യു ആർ മീറ്റിംഗ് യുവർ സിസ്റ്റർ ആൻഡ് റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ യു ആൻഡ് യുവർ സിസ്റ്റർ. ഇങ്ങനെയുള്ളതാണ് കൊടുക്കുന്നത്. കാരണം വേർഡ്സും ഫ്രേസസും മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ പറയുന്ന വേർഡ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അതിനെ അനുകരിക്കുന്നു. ഓക്കെ, ഇന്ന സിറ്റുവേഷനിലാണ് ഈ വേർഡ് ഉപയോഗിച്ചത്, അപ്പൊ എനിക്ക് ഉപയോഗിക്കാം.
അപ്പൊ മറ്റേ ആൾ മനസ്സിലാക്കുന്ന ഓക്കെ എനിക്ക് അറിയുന്ന ചില കാര്യങ്ങൾ, ഇയാൾ ഈ തെറ്റ് വരുത്തി, അത് തെറ്റ് തന്നെയാണോ എന്ന് എനിക്ക് കൺഫേം ചെയ്യാം, അല്ലാതെ ശരിയാണെങ്കിൽ ഞാനും അത് ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഉപയോഗിച്ച് നോക്കാം. ഇങ്ങനെ വളരെ കോംപ്ലിമെന്റ് ചെയ്ത് പോകുന്ന ഒരു സംഭവമായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു തരത്തിലുള്ള ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ എഴുതുന്നത്. വൊക്കാബുലറി ലേണിംഗ്, ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന വൊക്കാബുലറി നമ്മൾ സംസാരത്തിൽ കൊണ്ടുവരുന്നു. എന്നെ കുറിച്ച് ഒരു ഷോർട്ട് ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നു പല രീതിയിൽ. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് പഠിക്കണം. അതാണ് എന്റെ കോഴ്സിന്റെ ഒരു ലക്ഷ്യം. ഐ ക്യാൻ ടോക്ക് അബൌട്ട് മൈസെൽഫ് ഇൻ എ ഫ്യൂ സ്റ്റേറ്റ്മെന്റ്സ്. എന്നെ കുറിച്ച് എന്റെ വെയർഅബൌട്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും. ഞാൻ എന്റെ സ്ഥലത്ത് നിന്ന് വരുന്നു, ഇന്ന ആളാണ് എന്നുള്ളത് എനിക്ക് എന്റെ ലാംഗ്വേജിൽ, ഞാൻ പഠിക്കുന്ന ലാംഗ്വേജിൽ പറയാം. അതായിരിക്കും ചിലപ്പോൾ ഒരു ക്ലാസ് റൂമിലുള്ള ഒരു ക്ലാസ്സിലെ സംഭവത്തിലുള്ള ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നിങ്ങളുടെ സബ്ജക്റ്റിലുള്ള, നിങ്ങളുടെ പേപ്പറിലുള്ള ഔട്ട്കമിനെ മനസ്സിലാക്കുക. എന്നിട്ട് ആ ഔട്ട്കത്തിനനുസരിച്ച് ഞാൻ പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാണ്. These are some of the aspects. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അറബിക് ലാംഗ്വേജിന്റെ ഒരു ഔട്ട്കം എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, എടുത്തതാണ്, വെബ്സൈറ്റിൽ ജസ്റ്റ് കോപ്പി ചെയ്താണ്, ഒരു വെബ്സൈറ്റിൽ പോയി ജസ്റ്റ് കോപ്പി ചെയ്തതാണ്. ഇതുപോലെ ബെറ്റർ യു ജസ്റ്റ് ഗോ ത്രൂ ദ ഔട്ട്കംസ് മെഷേർഡ് ഇൻ ദ മോഡ്യൂൾ. ഓക്കെ, ഇനി ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ നമ്മൾ പല രീതിയിൽ പറഞ്ഞതാണ്. ഫൈനലി, അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി വെൻ യു ആർ അപ്രോച്ചിങ് എ ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ എങ്ങനെ ഇതിന് ഇവാലുവേറ്റ്, ഇപ്പൊ ഞാൻ ഐ വാസ് സ്പീക്കിംഗ് സംതിങ് അബൌട്ട് ഔട്ട്കം ഇൻ സോഷ്യോളജി സ്റ്റുഡൻസ് ഓഫ് സെക്കൻഡ് സെമസ്റ്റർ. അവർ പറഞ്ഞിരുന്നത് എങ്ങനെ ആൻസർ ചെയ്യും എന്നുള്ള ഒരു സെഗ്മെന്റ് ആയിരുന്നു. ഇതുകൂടെ പറഞ്ഞിട്ട് ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ് ഇറ്റ്. ഐ എം സോറി, ഇറ്റ് ഗോട്ട് ലെങ്തി. ഫൈനലി, അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻസ് കെയർ. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താണ് ഇവിടെ കീവേഡ്, എന്താണ് എന്നിൽ നിന്ന് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് അറിയണം. അതിനനുസരിച്ച് മാനേജ് യുവർ ആൻസർ. ആസ് ഐ ടോൾഡ് യു, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് എന്ന് ചോദിക്കുമ്പോൾ യു ഹാവ് ടു ക്രിട്ടിക്കലി ഇവാലുവേറ്റ്. നിങ്ങൾ അതിന്റെ തിയറി എഴുതി വെക്കുന്നതല്ല ഉദ്ദേശിക്കുന്നത്. അതിനെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനുള്ള നിങ്ങളുടേതായ സെന്റൻസിൽ നിന്ന് ചില പോയിന്റ്സുകൾ മുൻനിർത്തിയിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. മാനേജിങ് യുവർ ആൻസേഴ്സ് പ്രോപ്പർലി. സീ ദ ടൈം അവൈലബിലിറ്റി. നമ്മൾ എഴുതാന്ന് വിചാരിച്ച് എന്തെങ്കിലും എഴുതി വെക്കല്ല. നമ്മൾ ഒരു എസ്സേ എഴുതുമ്പോൾ അതിന് 30 മിനിറ്റ്സ് ആണെങ്കിൽ അതിനകത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എഴുതാൻ അറിയണം. ഫിക്സിംഗ് ദ കീവേഡ്. എനിക്ക് എന്തൊക്കെ എഴുതണം. കവിയെ കുറിച്ച് പറയുമ്പോൾ അയാളെ കുറിച്ച്, കവിയെ കുറിച്ച് എഴുതേണ്ടി വരും, കവിയുടെ മേജർ വർക്ക്സിനെ കുറിച്ച് എഴുതേണ്ടി വരും, ഏത് വർക്കിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് അതിനെ സ്പെസിഫൈ ചെയ്ത് എഴുതേണ്ടി വരും, അതിലെ കഥാപാത്രങ്ങളെയും അതിലെ സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷനും എഴുതേണ്ടി വരും. ക്രിട്ടിക്കലി എഴുതുമ്പോൾ ഏതൊക്കെ ഏരിയയിൽ എനിക്ക് ക്രിട്ടിക്കലി പറയണം എന്നുള്ളതിനെ കുറിച്ചും എനിക്ക് ബോധം ഉണ്ടാവണം. എന്നിട്ടൊരു റഫ് വർക്ക് നടത്തിയിട്ട് തറലി നമ്മൾ റിവ്യൂ ചെയ്തിട്ടാണ് നമ്മളൊരു ആൻസർ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ഈ ഔട്ട്കം, നമ്മൾ എപ്പോഴും പലപ്പോഴും പല ആളുകളും നന്നായിട്ട് എഴുതിയാലും എനിക്ക് മാർക്ക് വരുന്നില്ല, ഞാൻ എല്ലാം എഴുതി മാർക്ക് വരുന്നില്ല എന്നൊക്കെ പലരും പറയും. കമ്പയർ എക്സ് ആൻഡ് വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് എന്താണ് വൈ എന്താണെന്ന് എഴുതി വെച്ചാൽ ആരും നിങ്ങൾക്ക് മാർക്ക് തരുന്നില്ല. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് കമ്പയർ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്നാണ്. രണ്ടും കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമ്മള് രണ്ടിനെയും എടുത്ത് കമ്പയർ ചെയ്യണം. രണ്ട് വർക്ക്, ഇപ്പൊ ഖലീൽ ജിബ്രാന്റെ ഒരു വർക്കും ഒരു ഓതറിന്റെ വർക്കുമാണ് നിങ്ങളോട് കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ടും എടുത്തുകൊണ്ട് നിങ്ങൾ കമ്പയർ ചെയ്യണം. അപ്പോഴാണ് അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഖലീൽ ജിബ്രാനിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിന്റെ പ്രയോഗങ്ങളുടെ ഭംഗി എങ്ങനെയാണ്, മറ്റേയാളുടെ പ്രയോഗ ഭംഗി എങ്ങനെയാണ്, വാട്ട് അബൌട്ട് ദ സിറ്റുവേഷൻസ് കവേർഡ് ഇൻ ദ വർക്ക് എക്സ് ആൻഡ് വൈ, ഏത് സിറ്റുവേഷൻ ആണ് കവർ ചെയ്തിരിക്കുന്നത്, അതിന്റെ എക്സ്പ്രഷൻസ് എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്, അതിന്റെ ആക്സെപ്റ്റൻസ് എന്തൊക്കെയാണ്, അതിന്റെ കവറേജ് എങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ പറഞ്ഞ് ഓറിയന്റേഷൻസ് എന്തൊക്കെയാണ്. ഖലീൽ ജിബ്രാൻ ഏതൊരു ഓറിയന്റേഷനിൽ നിന്നുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, ഏതൊരു റൈറ്റിംഗ് പാറ്റേൺ ആയിരിക്കും. നമുക്ക് പലതരത്തിലുള്ള അപ്രോച്ചസ് കാണുമായിരിക്കും ഓരോ എഴുത്തുകാർക്ക്. നമ്മളിപ്പോ മോഡേണിസം, പോസ്റ്റ് മോഡേണിസം എന്നൊക്കെ പറയുന്ന പോലെ ഓരോ ആളുകൾക്കും ഓരോ റൈറ്റിംഗ് സ്റ്റൈൽ ഉണ്ടായിരിക്കും. സൈക്കോളജിയിൽ ഞങ്ങൾ പറയാം ബിഹേവിയറിസ്റ്റുകൾ, കൊഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുകൾ, ജസ്റ്റാൾട്ട് സൈക്കോളജി എന്നൊക്കെ പറയും. അതുപോലെ നമ്മൾ ലിറ്ററേച്ചറിൽ നമ്മൾ പല രീതിയിലും പോസ്റ്റ് മോഡേൺ, മോഡേൺ അല്ലെങ്കിൽ ഫെമിനിസ്റ്റിക് റൈറ്റിംഗ്, ദളിത് ലിറ്ററേച്ചർ, അങ്ങനെ പലരും നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇത് ഈ ഒരു പീരീഡിൽ ഏത് സ്പെസിഫിക് ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ടാണ് ഇയാൾ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴാണ് അതൊരു കമ്പാരിറ്റീവ് വർക്ക് ആവുന്നത്. അല്ലാതെ എക്സിനെയും വൈയെയും രണ്ടും രണ്ടായി എഴുതി വെക്കുന്നതിലല്ല കമ്പയർ എന്ന് ചോദിച്ചിരിക്കുന്നത്. ഡിസൈൻ എന്ന് ചോദിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ചോദിക്കുമ്പോൾ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ക്ലിയർലി.
ക്രിട്ടിക്കലി ഇവാലുവേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതിയ കാര്യമായിരിക്കണം ഹാഫ് ഓഫ് ദ ആൻസർ. നിങ്ങൾ 5 പേജ് ക്വസ്റ്റ്യൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവത്തെ കുറിച്ച് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ സ്വന്തമായി എഴുതുന്ന വാക്കുകളായിരിക്കണം അതിൽ പകുതിയിൽ കൂടുതലും. കാരണം ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ് ഈസ് ക്രിട്ടിക്കലി ഇവാലുവേറ്റ്. അല്ലാതെ അതിന്റെ ചിലർ ചോദിക്കാം നിങ്ങൾ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ തിയറി പുട്ട് ഫോർവേഡ് ബൈ സംവൺ. ഇപ്പൊ നമ്മള് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. ഇപ്പൊ നമ്മള് പിന്നെ GST ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് വന്നു. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിനെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, അതിന്റെ പിന്നെ എന്തൊക്കെ പെർസെന്റേജ് ഉണ്ട്, സ്റ്റേറ്റിൽ എന്തൊക്കെയുണ്ട്, സെൻട്രൽ എന്തൊക്കെയുണ്ട് എന്നുള്ള വളരെ ഭംഗിയായിട്ട് എഴുതി വെച്ചത് കൊണ്ട് നമുക്ക് ആ ആൻസർ നമ്മൾ ചെയ്യുന്നില്ല. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് എന്ന് പറയുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിലെ ഓരോ ഏരിയയും എടുത്തുകൊണ്ട് എന്തുകൊണ്ട് ഇത് നല്ലതല്ല, എന്തുകൊണ്ട് ഈ ഒരു സംഭവം സ്റ്റേറ്റിന് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ സമർത്ഥിച്ച് എഴുതുമ്പോഴാണ് ദാറ്റ് വിൽ ബി എ ക്രിട്ടിക്കൽ ആൻസർ. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ഐ ഹാവ് മെൻഷൻ ഹിയർ, അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി, മാനേജ് യുവർ ആൻസർ അക്കോർഡിംഗ്ലി, ഫൈൻഡ് ദ ടൈം അവൈലബിൾ, ഫിക്സ് ദ കീവേഡ്, എന്തൊക്കെ എഴുതണം എന്നൊരു റഫ് വർക്കൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അവസാനം ആൻസർ കഴിഞ്ഞ് തറലി ഒന്ന് റിവ്യൂ ഒക്കെ ചെയ്ത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോഴാണ് ഇറ്റ് വിൽ ബി എ ഫൈൻ ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. ദിസ് ഈസ് ഓൾ അബൌട്ട് മൈ പ്രസന്റേഷൻ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഗുഡ്. താങ്ക് യു സമീർ, വളരെ നന്നായി വിഷയം അവതരിപ്പിച്ചു. പ്രിയമുള്ള വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് OBE-യുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാറിനോട് ചോദിക്കാം. എനിക്ക് തോന്നുന്നു അധ്യാപകരും ഉണ്ട് നമ്മുടെ ക്ലാസ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നതിൽ. അവർക്കും ചോദ്യപേപ്പർ ഉണ്ടാക്കുന്ന വിഷയത്തിലും അതുപോലെ ആൻസർ കീ പ്രിപ്പയർ ചെയ്യുന്ന വിഷയത്തിലും ഒക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. സാറ് മറുപടി പറയും. സാഹിലെ, സ്റ്റാർട്ട് ചെയ്തോ? നോ ഡൗട്ട്സ്? സാർ, ഷംസീർ മാഷ്, സംസ്കൃതം. മനസ്സിലാം. ഞാനേ ഒരു ക്ലാസ് ഉള്ളത് കൊണ്ട് ഫുള്ളായിട്ട് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. അപ്പം ഈ വിഷയത്തിൽ ചെറിയൊരു സന്ദേഹമുള്ള ഒരാളാണ്. ഇപ്പം സംസ്കൃതമായ കൊണ്ടും ഇപ്പം അറബി സാധാരണഗതിയിൽ ടെക്സ്റ്റലായിട്ട് നമ്മൾ ചില ടെക്സ്റ്റുകളെ മുൻനിർത്തി പഠിപ്പിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് ഇപ്പം സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു വ്യക്തി എഴുതിയിട്ടുള്ള ഒരു കൃതിയുടെ വൈശിഷ്ട്യത്തെ മുൻനിർത്തിയോ അല്ലെങ്കിൽ ആ കൃതിയുടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം, അതിന്റെ ഇമ്പോർട്ടൻ്റ് ഒക്കെ വെച്ച് നിൽക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പം ഔട്ട്കം ബേസ്ഡ് സിലബസിനെ മുൻനിർത്തിയിട്ട് അതിന്റെ ഈ സിലബസ് സിസ്റ്റം നമ്മൾ കൊണ്ടുവരുന്നതിന്റെ മുമ്പേ നമ്മൾ ഇതിനെ കാണുന്ന ക്വസ്റ്റ്യൻ ഇടുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ എങ്ങനെ കാണാം. ഞാൻ അതിൻ്റെ സാറിൻ്റെ ഒരു ക്ലാസ് ഫുള്ളായിട്ട് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. അപ്പൊ സാർ ഒന്ന് ജസ്റ്റ് അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം വരുന്നത് എന്നൊന്ന് പറയാമോ? എങ്ങനെയാണ് നമ്മളിപ്പോൾ ഇപ്പം സംസ്കൃതത്തിലൊക്കെ പ്രധാനമായിട്ട് ഇപ്പം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എഴുതപ്പെട്ടിട്ടുള്ള കൃതികളും ആ കൃതികൾക്കകത്ത് വരുന്ന ഇപ്പം ശാസ്ത്രകൃതികൾക്കും അല്ലെങ്കിൽ ഇപ്പോൾ അറബിയും പലപ്പോഴും അങ്ങനെയാണ് നിലനിൽക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അറബിക്കിലും നമ്മൾ ചോദ്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് ആ കൃതിയുടെ വൈശിഷ്ട്യവും മറ്റുമൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഔട്ട്കം ബേസ്ഡിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ മാറ്റം വരുത്തേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ സ്റ്റുഡൻസ് ഓറിയന്റഡ് ആയിട്ട് കൂടി സാർ ഒന്ന് പറഞ്ഞാൽ നന്നാവും. ഓക്കെ സാർ, ഇതിലേ ഇപ്പൊ നമ്മള് ആൾറെഡി ഇപ്പൊ നമ്മൾ ഈ ഔട്ട്കം ബേസ്ഡ് ആയിട്ട് നമ്മൾ ഈ പ്രോഗ്രാം നമ്മളെ ഈ കോഴ്സ് മൊത്തം മാറ്റി കഴിഞ്ഞല്ലോ. അപ്പൊ അതിൽ നമ്മൾ ഈ ഔട്ട്കം സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ശരിക്കും നമ്മൾ ഈ ഔട്ട്കം സ്പെസിഫൈ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മള് ലാംഗ്വേജ് ആയതുകൊണ്ട് ആ ലാംഗ്വേജിൽ എന്തൊക്കെ സ്കില്ലുകള് എന്തൊക്കെ ഇപ്പൊ സ്കില്ല് ഏരിയയിൽ നമുക്ക് കുറെ കാര്യങ്ങൾ വേണ്ടി ലാംഗ്വേജ് ആകുമ്പോൾ നമുക്ക് മേജർ ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ജസ്റ്റ് ലെറ്റ് മീ ഞാനൊന്ന്
നമുക്ക് ഇതുണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് പ്രസന്റ് ചെയ്യുന്നു, ഒരു മിനിറ്റ്. ഓക്കെ, നമുക്ക് ലാംഗ്വേജ് ആകുമ്പോൾ നമുക്ക് പിന്നെ സ്കിൽസ് ഉണ്ടായിരിക്കും, കുറെ ലാംഗ്വേജ് സ്കിൽസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചില കോഗ്നിഷൻ, ചില നോളജ് ലെവലിൽ കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ടായിരിക്കും. എന്താണ് ക്രിറ്റിസിസത്തെ കുറിച്ച്, ലിറ്ററേച്ചറിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ അത് ശരിക്ക് നോളജ് ആണ്. ചിലത് സ്കില്ലാണ്, ചില കാര്യങ്ങൾ സ്കില്ലായിരിക്കും. ചിലപ്പോൾ അതുപോലത്തെ ലാംഗ്വേജിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സംഭവമാണ് വാല്യൂസ്, എസ്തെറ്റിക് സെൻസ്, ഇങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ വരും. അപ്പൊ ഇതില് ഏതൊക്കെ ലെവലിലാണ് നമുക്ക് കുട്ടികളിൽ മാറ്റങ്ങൾ വരേണ്ടത് എന്ന് നമ്മൾ നേരത്തെ ഈ ഒരു, ഇപ്പൊ നമ്മൾ സംസ്കൃതമാണെങ്കിൽ സംസ്കൃതത്തിൽ നിന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. ഏതൊക്കെ ഏരിയയിലാണ് ഇപ്പൊ നമ്മൾ ഓരോ സബ്ജക്ട് പഠിക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ ലാംഗ്വേജ് പെഡഗോജി എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുമ്പോഴേ ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ലാംഗ്വേജ് പെഡഗോജിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിൽ ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മൾ ഒരു MA പ്രോഗ്രാം, MA സംസ്കൃതം ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കുട്ടികളിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ ഏതൊക്കെ തരത്തിലായിരിക്കും. കുറെ ലിറ്ററേച്ചറിനെ കുറിച്ച് മനസ്സിലാക്കലായിരിക്കും, ഇപ്പൊ നോളജ് ലെവലിൽ അത് മനസ്സിലാക്കുക, താരതമ്യം ചെയ്യുക, പഠിക്കുക, അങ്ങനെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ കുറെ മൂല്യങ്ങൾ ഉണ്ടായിരിക്കും, കുറെ സ്കില്ലുകൾ ഉണ്ടായിരിക്കും, ക്രിട്ടിക്കൽ ആയിട്ടുള്ള കുറെ സ്കില്ലുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇത് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ഓരോ പേപ്പറിലും, ഇപ്പൊ തിയററ്റിക്കൽ ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ, ഇപ്പൊ ഏതെങ്കിലും ഒരു തിയററ്റിക്കൽ പേപ്പർ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, ഇപ്പൊ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ ഇൻ ദ മിഡീവൽ പീരിയഡ് എന്ന് പഠിക്കുകയാണെങ്കിൽ ആ മിഡീവൽ പീരിയഡില് സംസ്കൃതത്തെ കുറിച്ച്, അപ്പൊ അതിൽ എനിക്ക് നോളജ് ലെവൽ കുറെ ഉണ്ടായിരിക്കും. ഏതൊക്കെ സാഹിത്യകാരന്മാരുണ്ട്, അവരുടെ കൃതികൾ എന്തൊക്കെയാണ്, ആ കൃതികളിലെ പിന്നെ എന്താണ് അതിന്റെ പ്രമേയങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ സാഹചര്യത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്, അത് കുട്ടികളിൽ ആ ഒരു ഇമ്പാക്ട്, ആ ഒരു കാര്യം കുട്ടിയിൽ ഉണ്ടാക്കുക എന്നുള്ളത് എന്റെ ലക്ഷ്യമാണ്. എന്റെ ഔട്ട്കം അതായിരിക്കും, ആ കുട്ടിയിൽ ആ ഒരു കാര്യത്തെ കുറിച്ചുള്ള ഒരു നോളജ് ഉണ്ടാക്കുക. അപ്പൊ ഞാനിവിടെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ ഏത് സ്പെസിഫിക് തീം, കമ്പാരിസൺ ഉണ്ടോ, അതോ പിന്നെ എക്സ്പ്ലനേഷൻ ആണോ, ഡിസ്ക്രിപ്ഷൻ ആണോ, അല്ലെങ്കിൽ ഡിഫൈനിങ് സംതിങ്, ഇപ്പൊ ഏതാണോ അത് നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള, അതിനെയാണ് നമ്മൾ ആക്ഷൻ വെർബ് എന്ന് പറയും. അപ്പൊ അതിന് അനുയോജ്യമായ ഒരു ടേം നമ്മൾ കണ്ടെത്തിയിട്ട് അതനുസരിച്ച് ഇപ്പൊ കുട്ടി അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദിസ് ഓതർ, ഒരു ഓതറിന്റെ കോൺട്രിബ്യൂഷൻ കുട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അല്ലെങ്കിൽ കമ്പയർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് X and Y, രണ്ടുപേരുടെ കോൺട്രിബ്യൂഷൻ കമ്പയർ ചെയ്യുന്നു. അത് അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ കുട്ടിയിൽ ഉണ്ടാവേണ്ട ഒരു മാറ്റമാണ്. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എനിക്ക് തോന്നുന്നു കുറെ നമുക്ക് കിട്ടും. ഐ വിൽ ആൾസോ ഷെയർ വിത്ത് യു നമുക്ക് ഏതൊക്കെ തരത്തിലാണ് ഇതിന്റെ ഇത് വരുന്നതെന്ന്. അപ്പൊ നമുക്കൊരു കമ്പയർ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒരു കുട്ടി എക്സ്പ്ലെയിൻ ദ literature and its strength during medieval period. Medieval period ഉള്ള സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ ആണ് നമ്മൾ പറയുന്നത്. സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ മിഡീവൽ പീരിയഡിൽ ഉണ്ടായിരുന്ന അതിന്റെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ള ഒരു സംഭവമാണ് നമ്മൾ ഒബ്ജക്റ്റീവായി ഔട്ട്കമായി കൊടുത്തതെങ്കിൽ ഞാനിടുന്ന ക്വസ്റ്റ്യനും ഇതനുസരിച്ചായിരിക്കണം. എന്റെ ക്വസ്റ്റ്യനും അതായിരിക്കണം, എക്സ്പ്ലെയിൻ. അപ്പൊ ഞാൻ ഇടുന്ന ക്വസ്റ്റ്യൻ ഈ അർത്ഥത്തിലായിരിക്കണം, എക്സ്പ്ലെയിൻ ദ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിന്റെ മിഡീവൽ പീരിയഡ് എന്നുള്ള എന്റെ ഔട്ട്കം എന്താണോ അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കണം. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ദ ലിറ്റററി കോൺട്രിബ്യൂഷൻസ് ഓഫ് എക്സ്, ഒരാളിനെയാണ് പറയുന്നത്. നമ്മൾ ഔട്ട്കം പറഞ്ഞപ്പോൾ ടോട്ടൽ മിഡീവൽ പീരിയഡിലെ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിലെ വർക്കിനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് കുട്ടിയിൽ ഉണ്ടാവേണ്ട ഔട്ട്കമായി പറഞ്ഞത്. അപ്പൊ ചോദ്യം ആ എക്സ്പ്ലെയിൻ എന്ന ടേം ഇവിടെ പറഞ്ഞത് കൊണ്ട് ആ ഒരു അർത്ഥത്തിലുള്ള അല്ലെങ്കിൽ അതിന് സമാനമായ ടേം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരണം. എന്നിട്ട് അത് ചെക്ക് ചെയ്യുമ്പോൾ കുട്ടിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും കൂടെ വേണം. ഇനി അതല്ല, അപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് നമ്മൾ അടുത്ത ഹയർ ഓർഡർ ലെവലിൽ വരുന്നതാണ്, അനലൈസിൽ വരുന്നതാണ് ക്രിട്ടിക്കലി ഇവാലുവേറ്റ്, അല്ലെങ്കിൽ ഇവാലുവേഷനിൽ വരുന്നതാണ് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് എന്ന് പറയുന്ന ഒരു ഔട്ട്കം. ഇപ്പൊ ഈ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് എന്ന് പറയുന്ന ഒരു ഔട്ട്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ചെയ്യേണ്ട കാര്യം നമ്മൾ എന്ത് ചെയ്യണം, കണ്ടന്റ്. അപ്പൊ ഇത് ഈ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് കുട്ടിക്ക് മിഡീവൽ പീരിയഡിലെ എഴുത്തുകളെ അല്ലെങ്കിൽ മിഡീവൽ പീരിയഡിലെ സംസ്കൃത സാഹിത്യത്തെ നിരൂപണം ചെയ്യാൻ കുട്ടിക്ക് അറിയുന്നു, അല്ലെങ്കിൽ ക്രിട്ടിക്കലി അതിനെ വിശകലനം ചെയ്യാൻ കുട്ടി മനസ്സിലാക്കുന്നു എന്നുള്ളൊരു സംഭവമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ കുട്ടിയിൽ ഉണ്ടായേക്കാവുന്ന ആ ഒരു തരത്തിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. അപ്പോൾ
ക്രിട്ടിക്കൽ, അപ്പൊ നമ്മൾ ചോദിക്കുന്നു ക്രിട്ടിക്കലി ഇവാലുവേറ്റ്, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് എക്സ്, മിഡീവൽ പീരിയഡിൽ ഒരാളാണ് എക്സ്, എക്സ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ് ടു ദ Sanskrit literature. Sanskrit literature. Then comment. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് കൊടുക്കാം, കമന്റ്. അപ്പൊ ഇതിന്റെ മീനിങ് കുട്ടി കമന്റ് ചെയ്യണം. കുട്ടി ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് അതിനെ കമന്റ് ചെയ്യുന്നത്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ വേർഡ് ഒരു കോട്ട് കൊടുത്ത് അതിന് കുട്ടി കമന്റ് ചെയ്യണം. ആ കമന്റ് ചെയ്യുമ്പോൾ എന്റെ ലക്ഷ്യം എന്താണ്? കുട്ടിയിൽ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ എന്ന് പറയുന്ന സ്കിൽ ഉണ്ടോ എന്ന് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് ടെസ്റ്റ് ചെയ്യുന്നതാണ് എന്റെ സംഭവം. ക്ലിയർ ആണ്? അപ്പൊ ഇതിനനുസരിച്ചാണ് നമ്മൾ ക്വസ്റ്റ്യൻ. ഇനി ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ആൻസർ കീ പറയുമ്പോൾ ഈ പോയിന്റിനെ കുറിച്ച്, ഇപ്പൊ അതൊരു പോയിന്റ് ആണെങ്കിൽ പോയിന്റിനെ കുറിച്ചുള്ള ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കണം. അപ്പൊ അതിന് ഞാൻ പറയുന്നു ഇതിന് 1 മാർക്ക് കൊടുക്കുന്നു. അടുത്തത് ആ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ വർക്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 2 മാർക്ക് കൊടുക്കുന്നു. ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നടത്തുന്നതിന് ഞാൻ 5 മാർക്ക് കൊടുക്കുന്നു. പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ഉണ്ടെങ്കിൽ അതിന് ഞാൻ 2 മാർക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ 1 മാർക്ക് കൊടുക്കുന്നു. പ്രോപ്പർ കൺക്ലൂഷൻ ഉണ്ട്. പിന്നെ ഓവറോൾ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ, ഓവറോൾ ഒരു ബെറ്റർ അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ അതിന് ഞാൻ 1 മാർക്ക് കൊടുക്കുന്നു. ഇനി ക്രിട്ടിക്കൽ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ അതിന് വേണമെങ്കിൽ എനിക്ക് കൊടുക്കാം should have minimum 10 points. അപ്പൊ നമുക്കറിയാം ഹാഫ് മാർക്ക് ഈച്ച്, 0.5 മാർക്സ് ഫോർ ഈച്ച് പോയിന്റ്. ഇങ്ങനെ നമുക്ക് കൊടുക്കാം. അങ്ങനെ നമ്മൾ അതിന്റെ വാല്യൂ പോയിന്റ് ആ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ഒരു വെയ്ഗായിട്ട് കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഔട്ട്സൈഡ് ഇവാലുവേഷൻ ഒക്കെ കൊടുക്കുമ്പോൾ പല ആളുകളും, പ്രത്യേകിച്ചും ഒരു ഗ്രാജുവേറ്റ് ലെവലിലൊക്കെ നിൽക്കുന്ന പല ടീച്ചേഴ്സിന്റെയും ഒരു കാര്യം വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ വേർഡിനല്ല നോക്കുന്നത്, ആ തീമിനെയാണ് നോക്കുക. അപ്പൊ തീമിനെ നോക്കുമ്പോൾ വൃത്തിയായിട്ട് സ്വന്തം ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഒരു കുട്ടിയെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ആ കുട്ടിയെ അവഗണിക്കും. ആ കുട്ടി കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്തു. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് പോയിന്റിനെ കുറിച്ചും പോയിന്റിന്റെ വർക്കിനെ കുറിച്ചും കൂടുതൽ എഴുതിയ കുട്ടിക്കായിരിക്കും ചിലപ്പോൾ മാർക്ക് കൊടുക്കുന്നത്. ശരിക്കും മാർക്ക് പോവേണ്ടത് ക്രിട്ടിക്കൽ ഇവാലുവേഷൻ എന്ന് പറയുന്ന ഏരിയയിലാണ്. ആ രീതിയിൽ ചെയ്യാം. അങ്ങനെ ഓരോന്നും, അതായത് ഓരോ ഈ ഒരു ലാംഗ്വേജ് ലേണിങ്ങിന് എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് എടുക്കാമോ, ആ ഔട്ട്കം സ്റ്റേറ്റ്മെന്റിന് എന്തൊക്കെ വേർഡ്സ് ഉണ്ടോ ആ വേർഡ്സ് ഏത് ലെവലിലാണ് എന്നുള്ളതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടായാൽ അത് നമുക്ക് അതനുസരിച്ച് നമുക്ക് സ്ട്രക്ചർ ചെയ്യാം. അതുപോലെ ഇത് സർ ഇത് ഈ ഒരു സംഭവം തന്നെ ആയിരിക്കണം നമ്മുടെ ഓരോ കോഴ്സിന്റെയും തുടക്കത്തിൽ എഴുതുന്ന കോഴ്സ് ഒബ്ജക്റ്റീവില്, കോഴ്സ് ഔട്ട്കത്തില് ഈ കാര്യങ്ങൾ, ഈ ടേംസ് നമുക്ക് വരണം. അത് തന്നെ ആ ടേംസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും വരേണ്ടത്. അപ്പോഴാണ് നമ്മളത് മാച്ച് ചെയ്ത് പോകുന്നത്. അപ്പൊ നമുക്ക് കൃത്യമായി അത് അറ്റൈൻ ചെയ്തോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാനും പറ്റും. ഓക്കെ സർ, കറക്റ്റ് ആണ്. താങ്ക് യു. നമ്മൾ ആദ്യം അതുമായി ബന്ധപ്പെട്ട കുറച്ച് ടെർമിനോളജി, അതിന്റെ ഒരു ജസ്റ്റ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടായി. ഇപ്പൊ നേരത്തെ നമുക്ക് അച്ചു ശങ്കർ സാറ്, ബയോ ഇൻഫർമാറ്റിക്സിലെ പ്രൊഫസർ അച്ചു ശങ്കർ, ഹി ഹാസ് ഗിവൺ എ ബുക്ക്ലെറ്റ് റിഗാർഡിങ്. അപ്പൊ അതിന്റെ സാറിന് ഞാൻ അയച്ചു തരാം, എന്റെ അടുത്തുണ്ടെന്ന് തോന്നുന്നു. അത് എല്ലായിടത്തും കാണുമായിരിക്കും, നേരത്തെ ഉള്ള സ്റ്റാഫിന്റെ അടുത്തൊക്കെ കാണുമായിരിക്കും. അപ്പൊ അതിൽ കൃത്യമായിട്ട് ഈ ടെർമിനോളജി ഒക്കെ സാറ് പറയുന്നുണ്ട്. IQAC തന്നെ തന്ന ഒരു മാറ്റർ ആയിരുന്നു അത്. സാറ് ഡെവലപ്പ് ചെയ്ത് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഒരു സംഭവമായിരുന്നു. അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് സാറ് പറയുന്നുണ്ട്. ഓക്കെ, ഞാനൊന്ന് നോക്കാം. ഓക്കെ സാർ.